Hi dears, welcome to AGS B.Ed classes. First semester B.Ed കോഴ്സിലെ Contemporary India and Education എന്ന കോഴ്സിലെ തേർഡ് യൂണിറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഡിമാൻഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഡൈവേഴ്സ് കമ്മ്യൂണിറ്റീസ് എന്ന യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ലെസൺ 5 ആണ് നിങ്ങളുടെ ബുക്കിൽ ഉണ്ടാവുക. The name of the chapter is Educational Demands of Individual and Diverse Communities. ഇപ്പം പേര് പറയുന്ന പോലെ തന്നെ നമുക്കറിയാം ഇന്ത്യ is very famous for unity in diversity. അല്ലെ, ഒരുപാട് നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ യൂണിറ്റ് 2 നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റീസ് ഓഫ് പീപ്പിൾ ആർ ലിവിങ് ഇൻ ഇന്ത്യ ടുഗെദർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡൈവേഴ്സ് കമ്മ്യൂണിറ്റിക്കും അതുപോലെ ഓരോ ഇൻഡിവിജ്വലിന്റെയും ഡിമാൻഡ്സ് അല്ലെ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതായിരിക്കണം. ഇൻട്രൊഡക്ഷൻ. The Indian society consists of diverse communities. It is the basic duty of the government to provide basic education for all children, including children from marginalized and oppressed people who drop out from school, etc. അപ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ടും വിദ്യാഭ്യാസം വേണം, അല്ലെങ്കിൽ കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ് എന്നുള്ളത് ഭരണഘടനയിൽ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും അല്ലെ, എസ്പെഷ്യലി ഫ്രം ദ മാർജിനലൈസ്ഡ്. ഇപ്പൊ ചിലപ്പോൾ റീജിയണലി മാർജിനലൈസ്ഡ് ആയിരിക്കാം അല്ലെ. മാർജിനലൈസ്ഡ് എന്ന് പറഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട, റിമൂവ്ഡ് ഫ്രം ദ സെന്റർ അല്ലെ. അപ്പൊ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗവൺമെന്റ്. അതുപോലെ തന്നെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ്, ആരെങ്കിലും 14 വയസ്സ് വരെയുള്ള കുട്ടികൾ സ്കൂളിൽ പോവാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഐഡന്റിഫൈ ചെയ്തിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഗവൺമെന്റ്. കാരണം 14 വയസ്സ് വരെയുള്ള ആളുകൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം കൊടുത്തിരിക്കണം. ദ സ്റ്റേറ്റ് ആൻഡ് ദ സെൻട്രൽ ഗവൺമെന്റ്സ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഫോർ വേരിയസ് സോഷ്യൽ ഗ്രൂപ്പ്സ്. നമുക്കറിയാം എഡ്യൂക്കേഷൻ 2 തരത്തിലാണ്, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് അല്ലെ. നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് സ്കൂളുകളുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന സ്കൂളുകളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, അത് പല തരത്തിലുള്ള ആളുകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഉള്ള സംവിധാനങ്ങളാണ്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഓൺഡ് ബൈ ഓർ റൺ ബൈ ബോത്ത് ദ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. വാരിയസ് സ്കീംസ് അല്ലെ, പല സ്കീമുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണത്? സർവശിക്ഷാ അഭിയാൻ കേട്ടിട്ടുണ്ടാവും അല്ലെ. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ളതാണ് സർവശിക്ഷാ അഭിയാൻ, SSA എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ്. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ, അതായത് RMSA. അതും അതുപോലെ തന്നെ എല്ലാവർക്കും ശിക്ഷാ അഭിയാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷൻ, പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ. രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ, റൂസ എന്നുള്ള പേര് എപ്പോഴും കേട്ടിട്ടുണ്ടാവും. അപ്പോ ഈ എന്താ പറയാ, ഉന്നത വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷനിലൊക്കെയുള്ള പോളിസികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിവേഴ്സലൈസേഷൻ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ. അപ്പോൾ പ്രൈമറി എഡ്യൂക്കേഷന്റെ ആ ഒരു യൂണിവേഴ്സലൈസേഷൻ എല്ലാവർക്കും വിദ്യാഭ്യാസം വളരെ അത്യാവശ്യമാണ്. 14 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഹൈസ്കൂൾ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ that is the government should have to provide primary education to each and every students. അപ്പൊ പ്രൈമറി എഡ്യൂക്കേഷൻ അതാണ് സ്റ്റാർട്ടിങ്. പ്രീ പ്രൈമറി ഉണ്ട്, അത് അൺഒഫീഷ്യൽ ആണ് പല സ്ഥലത്തും, പക്ഷെ പ്രൈമറി എഡ്യൂക്കേഷൻ കമ്പൽസറി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളെ അതിലേക്ക് അട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഗ്രേറ്റ് ജോബ്. അപ്പൊ എന്താണ് ഇതിന്റെ മീനിങ്? പ്രൈമറി എഡ്യൂക്കേഷൻ. Article 45 is defining, it is the endeavor of the state to provide free and compulsory education to all children from age 6 to 14, and this should be realized within 10 years from the commencement of the constitution. Okay, അപ്പോൾ 45 പറയുന്നുണ്ട് 6 to 14 ഇയേഴ്സിലുള്ള ആളുകൾക്ക് എന്ത് വേണം? നിർബന്ധിത വിദ്യാഭ്യാസം കൊടുക്കണം. അതിനുള്ള ഒരു ഉദ്യമമാണ് ഗവൺമെന്റ് നടത്തേണ്ടത്. And this should be realized within 10 years from the commencement of the constitution. Constitution ഉണ്ടാക്കിയിട്ടൊരു അതായത് 10 വർഷം ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ആളുകൾക്ക് ഇതിനെ പറ്റിയിട്ടൊരു ചിന്ത വന്നത്. അപ്പൊ അങ്ങനെയാണ് ഇറ്റ് ഹാസ് ബീൻ അമെൻഡഡ് അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വേർഷനാണ് 6 to 14 എന്ന് പറയുന്ന ഇടയിലുള്ള ആളുകൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. This constitutional directive implies
എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? പ്രൈമറി എഡ്യൂക്കേഷൻ ഓഫ് 8 years ഷുഡ് ബി മെയ്ഡ് ഫ്രീ ടു ഓൾ ചിൽഡ്രൻ അല്ലെ. 8 വർഷത്തോളം, ഏകദേശം 6 to 14 എന്ന് പറഞ്ഞ 8 വർഷത്തോളം കുട്ടികൾക്ക് നിർബന്ധിതമായിട്ടും ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, ഒരു പൈസയും വാങ്ങാൻ പാടില്ല. All 5-year-old children should be compulsory enrolled in class 1 of primary schools. അപ്പോൾ 6 വയസ്സായ കുട്ടി എന്തായാലും 1ാം ക്ലാസ്സിൽ അഡ്മിറ്റഡ് ആയിരിക്കണം. Primary education should be made compulsory between the children of age 6 to 14. Okay. അപ്പോൾ 6 to 14 കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. Then children admitted in class 1st should be retained in school till they complete class 8 അല്ലെ. അപ്പൊ അത് എത്രാം ക്ലാസ് വരെയാണ്? 8ാം ക്ലാസ് വരെയാണ് ഈ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. Challenges in achieving universal primary education. പക്ഷെ സ്റ്റിൽ സം പ്രോബ്ലംസ് ആർ ദയർ അല്ലെ. ഇപ്പോഴും കുറച്ച് പ്രശ്നങ്ങൾ ഇൻ ദ കേസ് ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ ക്ലാസ്സസ്. എന്തൊക്കെയാണ് അത്? ചലഞ്ചസ് എന്തൊക്കെയാണ്? The rule was not implemented in the beginning due to various reasons. പല രീതിയിലുള്ള കാരണങ്ങൾ കൊണ്ട്. നമ്മൾ പറഞ്ഞൊരു 10 വർഷം കഴിഞ്ഞിട്ടാണ് ഇതിനെപ്പറ്റി ആലോചിച്ച് അമെൻഡ് ചെയ്തതെന്നുണ്ടെങ്കിലും അത് പ്രാവർത്തികമായത് കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ആദ്യത്തെ കാലത്ത് എന്താണ്? ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ ടു പ്രൊവൈഡ് പ്രൈമറി എഡ്യൂക്കേഷൻ ടു ഈച്ച് ആൻഡ് എവറി ചിൽഡ്രൻ ഇൻ ഇന്ത്യ. അതിന്റെ ഒരു ബേസിക് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കൂളുകളുടെ കുറവൊക്കെ ആയിരിക്കാം, ഇക്കണോമിക് അതുപോലെ പോവർട്ടി ഒക്കെ ആയിരിക്കാം അല്ലെ. അപ്പൊ എന്തൊക്കെയാണത്? ഇറ്റ് വാസ് മോഡിഫൈഡ് സക്സസീവ്ലി ആസ് 1970, 1976, 1988, 1990, 1995, 2000, etc. A lot of modifications on this Article 45 has been happened. Efforts are continued to achieve the target of providing universal primary education through Sarva Shiksha Abhiyan scheme. പിന്നെ അങ്ങനെ അവസാനം സർവശിക്ഷ SSA എന്നുള്ള ഒരു ഫോമിലാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാക്കിയത്. എന്തുകൊണ്ടാണ് എന്താ പറയാ ഈ ഒരു പ്രൈമറി സ്റ്റേജില്, അതായത് സ്വാതന്ത്ര്യത്തിന് തൊട്ട് ശേഷം മുതൽ തന്നെ നമുക്കിത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയാതിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. ഒന്ന് ഇന്ത്യ വാസ് ആൻ അപ്കമിങ് കൺട്രി അല്ലെ. അപ്പൊ അതുകൊണ്ട് ഒരു പോവർട്ടി ഉണ്ടായിരിക്കും. അതുപോലെ കുറെ ആളുകൾ they are from very poor background, so they may not be able to send their children to school. Okay. Ignorance of പാരന്റ്സും ഇതുപോലെ തന്നെ ഇതിനെ പറ്റിയിട്ട് അറിയാത്ത ആളുകളാവുമ്പോ അവർക്ക് കുട്ടികളെ എന്താ സ്കൂളിൽ പോയിട്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിരിക്കും. Then uneducated parents do not realize the importance of education. So it's a very sarcastic, or it's a very dilemmatic situation that the parents are not at all sending their children to school. നമ്മളുടെ ഇവിടുത്തെ പോലെയല്ല. പണ്ടത്തെ നിങ്ങളുടെ ഇപ്പോ ഉപ്പ അല്ലെങ്കിൽ ഉപ്പയൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അറിയണ്ടാവും. പണ്ടൊക്കെ ടീച്ചേഴ്സ് ഒക്കെ വീട്ടിൽ വന്നിട്ട് കുട്ടികളെ പിടിച്ചുകൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ കാരണം ആർക്കും എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് അറിയില്ല, അതുകൊണ്ടാണത്. ദെൻ കമ്മ്യൂണൽ ആൻഡ് എത്തനിക് ബാരിയേഴ്സ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് എത്തനിക് ബാരിയേഴ്സ്. ചില ആളുകൾക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു വെച്ചാൽ ദേ ആർ നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ എഡ്യൂക്കേഷൻ. അവരുടെ എന്താ പറയാ കൾച്ചറലി അത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പല ബാക്ക്വേർഡ്നെസ്സും പണ്ടുണ്ടായിരുന്നു. ലൈക്ക് ട്രൈബൽ പീപ്പിൾ, ലൈക്ക് നരിക്കൊറവ, ഡു നോട്ട് ഷോ ഇൻട്രസ്റ്റ് അല്ലെ. ട്രൈബൽ പീപ്പിൾ ഒന്നും അതിൽ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നില്ല. ഒബ്സ്റ്റക്കിൾസ് ഡ്യൂ ടു social and religious practices. Some sections of Hindu society do not allow the girls to attend schools, and Muslims also. അതായത് ചില കമ്മ്യൂണിറ്റീസ് അല്ലെ, ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ, അവരൊക്കെ ചില കമ്മ്യൂണിറ്റീസ് അവര് സ്ത്രീ എഡ്യൂക്കേഷൻ അല്ലെ പ്രോത്സാഹിപ്പിച്ചില്ല, അല്ലെങ്കിൽ അതിനവര് മുതിർന്നില്ല. പെൺകുട്ടികൾ പുറത്തുപോയി പഠിക്കണ്ട എന്നുള്ള ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു എന്താ തീരുമാനമാണ് അവരെടുത്തിരുന്നത്. അപ്പൊ അത് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞു വെച്ചാല് ഇറ്റ് വാസ് നോട്ട് സോ ഈസി. Then geographical locate as a barrier. അതുപോലെ തന്നെ എല്ലായിടത്തും സ്കൂളുകൾ ആ സമയത്ത് സെറ്റപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ ബാരിയേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ ജിയോഗ്രഫിക്കൽ ബാരിയേഴ്സ് അല്ലെ. കുറെ ദൂരം നടന്ന് വേണമായിരുന്നു സ്കൂളിലേക്ക് വരാൻ അല്ലെ. ഹിന്ദി ആൻഡ് റൂറൽ വില്ലേജസ്. അപ്പൊ അവിടുത്തെ ആളുകൾ കുട്ടികളൊന്നും എന്ത് ചെയ്യില്ല, പങ്കെടുക്കില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഒരു കുറച്ച് മടിയൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ വീട്ടുകാർക്കും വലിയ താല്പര്യമില്ല. ഇന്നത്തെ കാലത്തെ പോലെ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് അവർക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ അതുകൊണ്ടൊക്കെ കുറച്ച് ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടായിരുന്നു. ഈ ഡ്രോബാക്കുകൾ കൊണ്ട് എഡ്യൂക്കേഷണൽ
റീസൺസ് അല്ലെ. പിന്നെ വേറെ വേസ്റ്റേജ് ആൻഡ് സ്റ്റാഗ്നേഷൻ. പിന്നെ വേറെ എഡ്യൂക്കേഷണൽ റീസൺസും ഉണ്ട്. കാരണം ആളുകൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ഒരു വില മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു ലാഗിങ് ആയിരുന്നു, കുറച്ച് പൊല്യൂട്ടഡ് ആയിരുന്നു, അല്ലെങ്കിൽ കുറച്ച് അവര് എന്താണ് അവരുടെ ഒരു എന്താ പറയാ ഇനീഷ്യേഷൻ ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ദെൻ പോസിറ്റി ഓഫ് ഫണ്ടിന്റെ അഭാവം. ദെൻ ഇൻസഫിഷ്യന്റ് ഫണ്ട്സ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. കാരണം നമ്മൾ പറഞ്ഞു ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ നമ്മൾ പറഞ്ഞില്ലേ ഫുഡ് ഫ്രീ ആവണം, അതുപോലെ തന്നെ ഫീ ഫ്രീ ആവണം, ഫീസ് ഒന്നും വാങ്ങാൻ പാടില്ല. പിന്നെ അതുപോലെ എന്താണ് പറയാ പഠിക്കാനുള്ള സാധനങ്ങൾ ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കണം എന്ന് നിർബന്ധമായിരുന്നു. അപ്പൊ അതിനുള്ള ഒരു ഫണ്ടിന്റെ കുറവ് അല്ലെ, അത് കാരണം ഒരു പോസ് ഉണ്ടായി. അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സസ് അല്ലെ, ഡിസ്ഫങ്ഷണൽ സ്കൂൾസ്. പിന്നെ സ്കൂളുകളും എന്താണ് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഈ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അതായത് അവര് കുറച്ചൊക്കെ എന്താ പറയാ ഇതിനോട് എതിർത്ത പോലെ ആയിരുന്നു. ഇൻഡിവിജ്വൽ റിലേറ്റഡ് പ്രോബ്ലംസ്, മെന്റലി ചലഞ്ച്ഡ് ആൻഡ് ഇമോഷണലി വീക്ക് സ്റ്റുഡൻസ്. ഇപ്പൊ നമുക്കറിയാം ആ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകളാവുമ്പോൾ ഈ രീതിയിലുള്ള കുറെ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരും. കാരണം ഒരു പാരന്റ്സ് എഡ്യൂക്കേറ്റഡ് അല്ല, സിബ്ലിങ്സ് എഡ്യൂക്കേറ്റഡ് അല്ല, ദെൻ ഒരു ഫൈൻ മോർണിംഗിൽ അവരെന്ത് പറയുന്നത് നിങ്ങൾ എല്ലാവരും പോയിട്ട് സ്കൂളിൽ പോകണം എന്ന് പറയുമ്പോൾ ദേ ആർ നോട്ട് അറ്റ് ഓൾ റെഡി ടു അറ്റൻഡ് അല്ലെ. അപ്പൊ അങ്ങനത്തെ കുറച്ച് അതായത് കുറച്ച് ബോധവൽക്കരണത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ദെൻ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. അപ്പൊ പോപ്പുലേഷൻ വളരെ പെട്ടെന്ന് കുതിച്ചുയരുമ്പോ ഒരുപാട് കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ ഫോർ ദി ഇന്ത്യൻ ഗവൺമെന്റ് അറ്റ് ദാറ്റ് ടൈം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനത്തെ കുറെ ചലഞ്ചസ് ഓവർകം ചെയ്തിട്ടാണ് SSA എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ള ഒരു പോളിസി നടപ്പിലാക്കുന്നത്. Efforts taken to provide universal primary education. അപ്പൊ എന്തൊക്കെയാണ് കുറെ എഫേർട്ട് എടുത്തിട്ടാണ് നടത്തിയത്, കുറെ ചലഞ്ചസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആൻഡ് വി ഹാവ് ഓവർകം ഓൾ ദോസ് ചലഞ്ചസ്. എങ്ങനെയൊക്കെയാണ് അത് നമ്മൾ ഓവർകം ചെയ്തത്? എക്സ്പാൻഷൻ ഇൻ പ്രൈമറി എഡ്യൂക്കേഷൻ, അതായത് 174,000 in 1947 to 500,000 in 1990 and 840,000 in 2015 അല്ലെ. അതായത് കുട്ടികളുടെ എണ്ണം ഇത്രയായിട്ട് ഇങ്ങനെ കൂടുകയാണ് ഓരോ വർഷം കൂടുമ്പോൾ. അല്ലെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അവർക്കൊക്കെ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ടാസ്ക്. ആൻഡ് യൂസ്ഫുൾ കരിക്കുലം ആൻഡ് ഇൻട്രസ്റ്റിംഗ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് included environmental education, vocational education, value education, etc. അപ്പൊ അതുപോലെ തന്നെ നല്ലൊരു കരിക്കുലം ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നല്ല കരിക്കുലം ഡിസൈൻ ചെയ്യണം, നല്ല അന്തരീക്ഷം, വിദ്യാഭ്യാസത്തിന്റെ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, കുട്ടികൾക്ക് പഠിത്തത്തോടൊപ്പം ജോലിക്കുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് അവരിൽ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ വാല്യൂ എഡ്യൂക്കേഷൻ, മോറൽ വാല്യൂസ് ഇൻസ്റ്റിൽ ചെയ്യുന്ന തരത്തിലായിരിക്കണം എഡ്യൂക്കേഷൻ അല്ലെ. Special focus on education of the children from the vehicle sections of the society focused on scheduled caste and scheduled tribes. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഈ SC/ST കുട്ടികളെ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതായിരുന്നു. കാരണം അവർ they were very much reluctant towards education because of their ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഓർ ദെയർ ബാക്ക്വേർഡ്നെസ് അല്ലെ. അപ്പൊ അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ലക്ഷ്യം. സ്റ്റുഡന്റ് വെൽഫെയർ സ്കീംസ്, ഫ്രീ ന്യൂട്രീഷ്യസ് മീൽസ്, ഫ്രീ ട്രാൻസ്പോർട്ട്, ഫ്രീ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ഫ്രീ സ്റ്റേഷനറി ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് അല്ലെ. എല്ലാ രീതിയിലും ഫ്രീ ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം അല്ലെ. ട്രാൻസ്പോർട്ട് ആവട്ടെ, ഭക്ഷണമാവട്ടെ, ടെക്സ്റ്റ് ബുക്ക് ആവട്ടെ അല്ലെ, യൂണിഫോം ആവട്ടെ, എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കണം. പ്രയോറിറ്റി ടു ഗേൾസ് എഡ്യൂക്കേഷൻ, ഗേൾസിനെ കൂടുതലായിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കണം. ഹയർ ഫിനാൻഷ്യൽ അലോക്കേഷൻ, 48.5% ഫണ്ട് അലോക്കേറ്റഡ് അല്ലെ. അതിനായിട്ട് നമ്മൾ പറഞ്ഞു ഒരുപാട് പൈസ വേണ്ടി വരും, ആ ഫണ്ടൊക്കെ ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്തു അല്ലെ. സം ഓഫ് ദ ന്യൂ സ്കീംസ് അറ്റംപ്റ്റഡ് അണ്ടർ ദ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, അങ്ങനെ കുറച്ച് പുതിയ പോളിസികളും അതുപോലെ തന്നെ കുറച്ച് സ്കീമുകളൊക്കെ കൊണ്ടുവന്നു കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട്, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട്. ദ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 1986 recommended some new initiative. 1986 നമ്മൾ പറഞ്ഞു ഒരുപാട് കാലത്ത് അതിന്റെ ഒരു കുറെ റെനോവേഷൻസ് ആൻഡ് റീതിങ്കിങ് വന്നിട്ടുണ്ട്. 1986 കുറച്ച് പുതിയ ഇനീഷ്യേറ്റീവ്സ് എടുത്തു. എന്തൊക്കെയായിരുന്നത്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നാണ് ഈ 1986 ഇനീഷ്യേറ്റീവ് അറിയപ്പെടുന്നത്. സർവശിക്ഷ അഭിയാൻ സ്കീം,
എൻഷുർ ചൈൽഡ് സെന്റേഡ് ടീച്ചിങ് മെത്തേഡ്സ്. അതുപോലെ തന്നെ അതുവരെയുള്ള വിദ്യാഭ്യാസം മാറ്റി സ്റ്റുഡന്റിനെ കേന്ദ്രീകരിച്ചായിരിക്കണം വിദ്യാഭ്യാസം, അല്ലാതെ ടീച്ചർ സെന്റേഡ് അല്ല. റിവൈസിംഗ് സ്കൂൾ വാക്കിംഗ് ഡേയ്സ് ആൻഡ് ഹോളിഡേയ്സ് ടു സ്യൂട്ട് ദ നീഡ്സ് ഓഫ് സ്റ്റുഡൻസ് ഇൻ റൂറൽ ഏരിയാസ്. അതുപോലെ തന്നെ ഹോളിഡേയ്സ് ഒക്കെ റീ അലോക്കേറ്റ് ചെയ്ത് കുട്ടികൾക്ക് സ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഹോളിഡേയ്സ് ഒക്കെ എന്താ പറയാ ഉണ്ടാക്കി. ഇപ്പൊ നമ്മളവിടെ മുസ്ലിം ഒക്കെ ആണെങ്കിൽ ഇപ്പൊ കുറച്ച് മാറിയിട്ടുണ്ട് തോന്നുന്നുണ്ട് സ്കൂളുകളുടെയും, അതുപോലെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. പക്ഷെ കുറച്ച് മുമ്പ് വരെ ഫ്രൈഡേ, നമ്മളെ മുസ്ലിം ഏരിയ ഒക്കെ ആണെങ്കിൽ ഫ്രൈഡേ ഹോളിഡേ ആയിട്ടുള്ള സ്കൂളുകളൊക്കെ ഉണ്ടായിരുന്നു. സാറ്റർഡേ വർക്കിംഗ് ഡേ ആണ്, ഫ്രൈഡേ ഹോളിഡേ ഒക്കെ ആയിട്ട്. ദെൻ എസ്റ്റാബ്ലിഷിംഗ് ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ, ഡയറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ പേരാണ് ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, ഈ ഒരു ഡിസ്ട്രിക്റ്റിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള സ്ഥാപനമാണ്. ടീച്ചേഴ്സിനെയും അവർക്ക് ട്രെയിനിങ് കൊടുക്കാനൊക്കെ ഉള്ള സ്ഥാപനമാണ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. making examination more objective and ensuring that there is no retention of pupil in standard 1 to 5. അതുപോലെ തന്നെ കുറച്ചും കൂടെ എക്സാമിനേഷൻസ് കുറച്ചും കൂടെ ഒബ്ജക്റ്റീവ്, അതായത് അവർക്ക് അറിയുന്ന കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ സ്കീം ഒക്കെ ആയി മാറ്റിയത്. പിന്നെ അതുപോലെ തന്നെ 1 മുതൽ 5 വരെയുള്ള കുട്ടികൾക്ക് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സാമിനേഷൻസ് ആണ് അന്ന് പ്രപ്പോസ് ചെയ്തത്. ഇംപ്ലിമെന്റിംഗ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ സ്കീംസ്. അതുപോലെ തന്നെ നോൺ ഫോർമൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ തുടർ വിദ്യാഭ്യാസമൊക്കെ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആണ്. അങ്ങനത്തെ സ്കീമുകളൊക്കെ, സാക്ഷരത അങ്ങനത്തെ സ്കീമുകളൊക്കെ ആരംഭിച്ചു. മേക്കിംഗ് പ്രൈമറി എഡ്യൂക്കേഷൻ ഫ്ലെക്സിബിൾ ഇനഫ് ടു അലോ ചിൽഡ്രൻ ഫ്രം നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ടു ഫോർമൽ എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ ഫോർമൽ എഡ്യൂക്കേഷനോ അതുപോലെ തന്നെ നോൺ ഫോർമൽ എഡ്യൂക്കേഷനിലോ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു. നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ പ്രൈമറി ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതുപോലെ വീട്ടിലിരുന്ന് പഠിക്കാം, പരീക്ഷ വന്നെഴുതാം, അങ്ങനത്തെ കുറച്ച് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. കാരണം ചിലപ്പോൾ സ്കൂളിൽ എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഇഷ്യൂ കൊണ്ടായിരിക്കാം. ദെൻ സർവശിക്ഷ അഭിയാൻ, SSA നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ദി എഡ്യൂക്കേഷൻ ഫോർ ഓൾ മൂവ്മെന്റ്, അവിടെയാണ് എല്ലാവർക്കും എഡ്യൂക്കേഷൻ. അത് ദ പ്ലാൻ ലോഞ്ച്ഡ് ഡ്യൂറിംഗ് ദ 9th 5-year പ്ലാൻ, 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് ഈ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നത്. അതായത് 1997 to 2002 SSA എന്നുള്ള ഒരു പാഠ്യ പദ്ധതി ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. അതിന്റെ എയിം എന്ന് പറഞ്ഞു വെച്ചാൽ അച്ചീവിംഗ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ, അല്ലെ. അതായത് എലമെന്ററി എഡ്യൂക്കേഷൻ എല്ലാവർക്കും കിട്ടുക, പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാവർക്കും കിട്ടണം. The scheme is executed by the Government of India with the cooperation of the state government. അതുപോലെ തന്നെ സ്റ്റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പോളിസി ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സഹായമില്ലാതെ ഇതൊരിക്കലും നടപ്പിലാക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഒരു സംയുക്ത സംരംഭമായിട്ടാണ് SSA നടപ്പിലാക്കിയത്. 11 lakh വില്ലേജസ് ആൻഡ് 2.5 crore ചിൽഡ്രൻ ഗെറ്റ് ബെനിഫിറ്റ്, അല്ലെ. അപ്പൊ ഏറ്റവും റൂറൽ ഏരിയയിലുള്ള ആളുകൾക്കാണ് ഇത് കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയത്. കാരണം എന്താണ്, അവർക്കാണ് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നത്. ഒരു അർബൻ ഏരിയയിലുള്ള ആളുകൾ മിക്കവാറും എഡ്യൂക്കേറ്റഡ് ആവും, അവർ പഠിക്കാനുള്ള ആ ഒരു ഇനീഷ്യേഷൻ ഇറ്റ് വിൽ ബി ദെയർ ഇൻ ദെയർ ബ്ലഡ്. അപ്പൊ അവര് നാച്ചുറലി അവര് സ്കൂളിലേക്ക് പോയിരുന്നു. പക്ഷെ ഈ വില്ലേജസിലുള്ള ആളുകൾക്കാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നത്. ദെൻ അതിന്റെ SSAയുടെ എയിംസ് ഓഫ് SSA എന്തൊക്കെയായിരുന്നു? To achieve universalization of elementary education by 2010. അപ്പോ എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് 2010 ആവുമ്പോഴത്തേക്ക്. ഓക്കെ, then to bridge social, regional and gender gap, എല്ലാ രീതിയിലുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ ഡിഫറൻസസ് എഡ്യൂക്കേഷനിലൂടെ ഇല്ലാതെയാക്കുക. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് SSA admitting all children in school by 2003. എല്ലാ കുട്ടികളെയും 2003 ആവുമ്പോഴത്തേക്ക് സ്കൂളിലേക്ക് കൊണ്ടുവരാം. ഒരാളും സ്കൂളിൽ പോവാതെ ഉണ്ടാവാൻ പാടില്ല. Ensuring all children complete 5 years of schooling by 2007. അതുപോലെ തന്നെ 5 വയസ്സായ കുട്ടികൾക്ക് എല്ലാവരും തന്നെ സ്കൂളിൽ വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. Ensuring all children complete 8 years of schooling by 2010. 8, അതായത് പതുക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ 8 വയസ്സ് വരെയുള്ള കുട്ടികൾ നിർബന്ധമായിട്ട് സ്കൂളിൽ പോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു 3 വർഷത്തെ വിദ്യാഭ്യാസമെങ്കിൽ എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്നുള്ളത് 2010 ആകുമ്പോഴേക്കും ഉറപ്പുവരുത്താം. 14 വരെ എന്ന് പറഞ്ഞു വെച്ചാൽ കേരളത്തിലെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നോർത്ത് ഇന്ത്യയിലോ അതുപോലത്തെ ഉള്ള ബാക്ക്വേർഡ് സ്റ്റേറ്റ്സിലൊക്കെ ദേ ആർ നോട്ട് അറ്റ് ഓൾ ഈവൻ നൗ
ബോതേർഡ് അബൌട്ട് എഡ്യൂക്കേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ചുള്ള ഒരു ടാർഗറ്റ് വെച്ചിട്ടാണ് ഈ SSA അത് നടപ്പിലാക്കിയത്, യൂണിവേഴ്സലൈസേഷൻ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ. Then focusing on providing elementary education of satisfactory quality. അതുപോലെ തന്നെ ഇപ്പൊ എല്ലാവരും എഡ്യൂക്കേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടെന്നാ പോരാ, അതിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യണം. ബ്രിഡ്ജിംഗ് ഗ്യാപ്പ് ബിറ്റ്വീൻ ജെൻഡർ ആൻഡ് എമംഗ് ദ സ്കൂൾ കാറ്റഗറീസ്. അതുപോലെ തന്നെ ജെൻഡർ ആൻഡ് എമംഗ് സോഷ്യൽ കാറ്റഗറീസ്. അതായത് സൊസൈറ്റിയിൽ പല തരത്തിലുള്ള ആളുകളുണ്ട്, ജെൻഡർ അല്ലെ, മെയിൽ ഫീമെയിൽ, ഇപ്പോഴാണെങ്കിൽ ട്രാൻസ്ജെൻഡർ. അപ്പൊ ഇവരുടെയൊക്കെ എബൈഡ് ഓഫ് ഓൾ ദീസ് ജെൻഡേഴ്സ് അല്ലെങ്കിൽ ഓൾ ദീസ് സോഷ്യൽ ഗ്രൂപ്പ്സ് എല്ലാവരും ഒരുപോലെയാണ് സ്കൂളിൽ. അപ്പൊ സ്കൂൾ എന്ന് പറഞ്ഞു വെച്ചാൽ ഈ ഒരു വേർതിരിവൊക്കെ ഇല്ലാതെയാക്കാൻ പറ്റുന്ന ഒരു വേദിയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലാണ് SSA എഡ്യൂക്കേഷണൽ സിസ്റ്റം ഫോം ചെയ്തത്. ഓപ്പറേഷൻ സ്ട്രാറ്റജീസ് ഓഫ് SSA. SSA എങ്ങനെയൊക്കെയാണ് ഈ സിസ്റ്റം, ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നടപ്പിലാക്കിയത്? ഓപ്പണിംഗ് ന്യൂ സ്കൂൾസ്. ഒബ്വിയസ്ലി സ്കൂൾ തുടങ്ങേണ്ടി വരും, കാരണം കുട്ടികളുടെ എണ്ണം കൂടുതലാവുമ്പോൾ പുതിയ സ്കൂളുകൾ ഉണ്ടാക്കേണ്ടി വരും. പ്രൊവൈഡിംഗ് സ്കൂൾ ഇംപ്രൂവ്മെന്റ് ഗ്രാന്റ്സ് ഫോർ അഡീഷണൽ ക്ലാസ് റൂംസ്, ടോയ്ലറ്റ്സ്, ഡ്രിങ്കിംഗ് വാട്ടർ ഫെസിലിറ്റി. പുതിയ സ്കൂൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ വെരി ഈസി അല്ലെ. ഗ്രാന്റ് കൊടുക്കേണ്ടി വരും, അല്ലുള്ള സ്കൂളുകൾ റെനോവേറ്റ് ചെയ്യാൻ ഗ്രാന്റ് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അഡീഷണൽ ക്ലാസ് റൂംസ് ഉണ്ടാക്കേണ്ടി വരും. ഉള്ള സ്കൂളുകളിലൊക്കെ തന്നെ ടോയ്ലറ്റ്സ് അല്ലെ, ഡ്രിങ്കിംഗ് വാട്ടർ ഫെസിലിറ്റി എല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. പ്രൊവൈഡിങ് അഡീഷണൽ ടീച്ചേഴ്സ്. അതുപോലെ തന്നെ പുതിയ ടീച്ചേഴ്സിന്, കുട്ടികൾ കൂടുന്തോറും ടീച്ചർ സ്റ്റുഡന്റ് റേഷ്യോ അത് റിമെയിൻ ചെയ്യും, പക്ഷെ എന്താണ്, അപ്പൊ പുതിയ ടീച്ചേഴ്സിനെ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും. പ്രൊവൈഡിങ് ഇൻ സർവീസ് പ്രോഗ്രാംസ്. അപ്പൊ ടീച്ചേഴ്സിന് ഇൻ സർവീസ് അല്ലെ, അവരുടെ സർവീസിലിരിക്കെ തന്നെ പുതിയ എന്താണ് സിലബസ് ഒക്കെ മാറുമ്പോൾ ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. സ്ട്രെങ്തനിങ് ഓഫ് അക്കാഡമിക് സപ്പോർട്ട് സ്ട്രക്ചർ അറ്റ് ക്ലസ്റ്റർ, ബ്ലോക്ക് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ. അങ്ങനെ ടീച്ചേഴ്സിന് ട്രെയിനിങ്, ക്ലസ്റ്റർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഡയറ്റിലാണ് ക്ലസ്റ്റർ മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടാവുന്നത്, അതായത് ടീച്ചേഴ്സിന്റെ ട്രെയിനിങ് കൊടുക്കുന്നത്. പിന്നെ ബ്ലോക്ക് ലെവൽ ട്രെയിനിങ് ഉണ്ടാവും, ഡിസ്ട്രിക്ട് ലെവൽ ട്രെയിനിങ്, അങ്ങനെ പല രീതിയിലുള്ള ട്രെയിനിങ് ഒക്കെ ടീച്ചേഴ്സിന് കൊടുക്കും. ഇൻ സർവീസ്, അവരുടെ സർവീസിന്റെ ഇടയിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുത്തിട്ട് എഡ്യൂക്കേഷൻ കൂടുതൽ ക്വാളിറ്റി ഉള്ളതാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ensure quality elementary education including lifestyle. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റുന്നു അല്ലെ, എലമെന്ററി എഡ്യൂക്കേഷന്റെ കൂടെ ക്വാളിറ്റി കൂട്ടുന്നതിലൂടെ ആളുകളുടെ ലൈഫ് സ്റ്റൈലെ മാറും. സ്പെഷ്യൽ ഫോക്കസ് ഓൺ ഗേൾസ് എഡ്യൂക്കേഷൻ. ഇൻഷുറൻസ് അല്ലാതെ ഇൻഷുർ ആണ്. സ്പെഷ്യൽ ഫോക്കസ് ഓൺ ഗേൾസ് എഡ്യൂക്കേഷൻ. അതുപോലെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്തു. പ്രൊവൈഡിങ് ബേസിക് കമ്പ്യൂട്ടർ ലിറ്ററസി. അതുപോലെ തന്നെ IT എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു. ഫണ്ടിങ് ഫോർ SSA പ്രൊജക്ട്. അതിനുള്ള ഫണ്ടിങ് എങ്ങനെയായിരുന്നു? The ratio between the central and state government. അല്ലെ, സെൻട്രൽ ഗവൺമെന്റ് 85:15. ഓക്കെ, 9th പ്ലാനിലാണ് കൊണ്ടുവന്നത്, പഞ്ചവത്സര പദ്ധതിയിലാണ്. അപ്പൊ 85% സെൻട്രൽ ഗവൺമെന്റും 15% സ്റ്റേറ്റ് ഗവൺമെന്റും എടുക്കണം. പിന്നെ 10th പ്ലാൻ ആയപ്പോ സ്റ്റേറ്റിന്റെ വിഹിതം കുറച്ചും കൂടെ കൂട്ടി, സെൻട്രൽ കുറച്ചും കൂടെ കുറച്ചു, 75:25 ആക്കിയത്. The state government has to invest in elementary education which would be over the SSA fund. അപ്പൊ SSA ഫണ്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റും കുറച്ച് തുക മാറ്റിവെക്കണം. ഓക്കെ, എലമെന്ററി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വുഡ് റിലീസ് ഫണ്ട്സ് ഡയറക്ട്ലി. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് SSAക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് റിലീസ് ചെയ്തിരുന്നു. Existing schemes of elementary education will converge into SSA after 9th plan. The midday meal would remain. അതുപോലെ തന്നെ midday meal എന്നുള്ള സിസ്റ്റം ഒക്കെ ഉണ്ടാക്കി. midday meal എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്, ഉച്ചഭക്ഷണം. Funds under different schemes included. പിന്നെ പല സ്കീമിലുള്ള സ്കീമും എന്താ പറയാ SSAക്ക് വേണ്ടിയിട്ട് ഫണ്ട് പ്രൊവൈഡ് ചെയ്തു. അതായത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പല ഫണ്ടുകളും ഗവൺമെന്റ് റിലീസ് ചെയ്തു. All funds to be used for upgradation, maintenance and preparation of schools and teaching learning equipment. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും ഫണ്ടുകൾ? അതായത് എഡ്യൂക്കേഷണൽ ക്വാളിറ്റി കൂട്ടാൻ, കംപ്ലീറ്റ്ലി ഫ്രീ ആണെന്ന് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്, അതുപോലെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് അല്ലെ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്രയും ഫണ്ടുകൾ ഗവൺമെന്റ് റിലീസ് ചെയ്തത്. Other incentive schemes like distribution of scholarship uniform will continue to be funded under the state plan. അതുപോലെ തന്നെ യൂണിഫോം ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ അതുപോലെ സ്കോളർഷിപ്പുകൾ, കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ, ഒരുപാട് ഇൻസെന്റീവ്സും അതുപോലെ ഒരുപാട് എന്താ പറയാ ഫിനാൻഷ്യൽ എയ്ഡ്സ് കുട്ടികൾക്ക് കൊടുത്തു.
ദെൻ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ RMS, SSAയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി RMS എന്താണെന്ന് നോക്കാം. It is designed to admit all eligible children in secondary schools and also improve the quality of secondary education. ഇപ്പൊ പ്രൈമറി അല്ല, സെക്കൻഡറി സ്കൂൾ അല്ലെ, അതായത് 14 to 18 എന്ന് പറഞ്ഞാൽ കുറച്ച് സെക്കൻഡറി സ്കൂളും ഹൈസ്കൂളും വരുന്നുണ്ട്. ഹൈസ്കൂൾ UP ഹൈസ്കൂളും ഏകദേശം വരുന്നുണ്ട്. അപ്പൊ അവിടെയും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തണം. Vision for secondary education: to provide quality secondary education to all the youth in the age group that is 14 to 18. 14 to 18 വരെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക. To make a secondary education easily accessible. അതിനു വേണ്ടിയിട്ട് കുറെ സ്കൂളുകളൊക്കെ തുടങ്ങുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹയർ സെക്കൻഡറി സ്കൂളുകൾ, പ്രൈമറി സ്കൂളുകൾ മാത്രമല്ല, ഹയർ സെക്കൻഡറി സ്കൂളുകളും ആവശ്യമാണ് 14 to 18 ഇയറിലുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി. ടു മേക്ക് സെക്കൻഡറി എഡ്യൂക്കേഷൻ എക്കണോമിക്കൽ, അതുപോലെ എല്ലാവർക്കും എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു ചെലവ് അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് മാത്രമാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഉണ്ടാവാൻ പാടുള്ളൂ. To achieve the goals, the following steps should be taken. Need a secondary school within a radius of 5 kilometers. അല്ലെ, അതായത് സെക്കൻഡറി സ്കൂൾ ഒരു 5 കിലോമീറ്റർ റേഡിയസിൽ ഒരു സ്കൂൾ ഉണ്ടായിരിക്കണം. ഹയർ സെക്കൻഡറി വിത്തിൻ 7 to 10 കിലോമീറ്റർ, 7 to 10 കിലോമീറ്റർ റേഡിയസിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളും ഉണ്ടായിരിക്കണം, കൂടുതൽ കുട്ടികളെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. 100% enrollment should be achieved by 2017. 2017 ആയപ്പോഴത്തേക്കും അതായത് fully equipped ആയി, അതായത് കുട്ടികൾ എന്താണ് എല്ലാ സീറ്റും കംപ്ലീറ്റ് ആയി, കുട്ടികൾ എല്ലാവരും സ്കൂളിലേക്ക് വരാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഉണ്ടായി. All those who join the secondary school should complete the course by 2020. എല്ലാവരും അല്ലെ സ്കൂളുകളിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവരും എന്താണ് 2020 ആവുമ്പോഴത്തേക്കും എന്താണ് ഈ എല്ലാവരെയും സ്കൂളിലേക്ക് വരണം, എല്ലാവരും ഒരു ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വരെയെങ്കിലും ആവണം എന്നുള്ളതായിരുന്നു ഇതിന്റെ ടാർഗറ്റ്. മോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദി അണ്ടർ മെൻഷൻഡ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ടു ജോയിൻ ദ കോഴ്സ്. അതുപോലെ തന്നെ അണ്ടർ മെൻഷൻ ബാക്ക്വേർഡ് സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു അവരുടെ ടാർഗറ്റ് ഉണ്ടായിരുന്നത്. RMS കവേഴ്സ് സ്റ്റാൻഡേർഡ് 6 to 12. അപ്പം സർവശിക്ഷാ അഭിയാൻ 1 to 5 ആണെങ്കിൽ RMS 6 to 12 വരെയുള്ള സ്റ്റാൻഡേർഡുകളിൽ പഠിക്കുന്ന കുട്ടികളെ അവരുടെ വിദ്യാഭ്യാസമാണ് ഇത് എയിം ചെയ്തത്. ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് RMS. ഗോൾസ് എന്തൊക്കെയായിരുന്നു? അവരുടെ ലക്ഷ്യങ്ങൾ: ഈസി ആക്സസ് ടു സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്കുള്ള ഒരു ഈസി ആക്സസ് അല്ലെ, അതായത് എന്താണ് എല്ലാവർക്കും വിദ്യാഭ്യാസം. പണ്ടൊക്കെ ആണെങ്കിൽ +2 സീറ്റ് കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു, പ്രീ ഡിഗ്രി ഒക്കെ. അപ്പൊ അതല്ലാതെ എല്ലാവർക്കും ഒരു 12th വരെയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഹയർ സെക്കൻഡറി സ്കൂളുകൾ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യാം, കൂടുതൽ കോഴ്സുകൾ അതിൽ കൊണ്ടുവരിക അല്ലെ. ഇക്വാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, എല്ലാവരും ഒരുപോലെയാണ്, സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുക എല്ലാവർക്കും. മേക്കിംഗ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ടു സ്യൂട്ട് ദ ചേഞ്ചിങ് ടൈംസ്, അതുപോലെ തന്നെ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെ എഡ്യൂക്കേഷനിൽ കൊണ്ടുവരണം. എൻകറേജിങ് ദ കോമൺ സ്കൂൾ സിസ്റ്റം ടു അച്ചീവ് ദ ഗോൾസ് ഓഫ് ഇക്വിറ്റി, അതുപോലെ തന്നെ കോമൺ സ്കൂൾ സിസ്റ്റം, അതായത് എല്ലാവർക്കും ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂൾ ആവുമ്പോൾ പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സ്കൂൾ ഈസ് ദ മൈക്രോകോസം ഓഫ് ദ സൊസൈറ്റി അല്ലെ, ക്രോസ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ എന്തൊക്കെ തരം ആളുകളുണ്ടോ അത്രയും തരം ആളുകൾ സ്കൂളുകളിൽ ഉണ്ടാവും അല്ലെ, അവരുടെ റിപ്രസെന്റേറ്റീവ്സ് ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂളിൽ നല്ലൊരു സോഷ്യൽ അറ്റ്മോസ്ഫിയർ ഉണ്ടായാൽ പുറത്തു വന്നാലും ആ കുട്ടിക്ക് ആ രീതിയിൽ പെരുമാറാൻ പറ്റണം, അല്ലെങ്കിൽ ആ കുട്ടികളോടൊക്കെ അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ദർ വോണ്ട് ബി എനി ക്വസ്റ്റ്യൻ ഓഫ് ഇക്വാലിറ്റി, എല്ലാവരും ഒരുപോലെയാണെന്നുള്ള തോന്നലൊക്കെ കുട്ടിയിൽ ആ ഒരു പ്രായം മുതൽ തന്നെ ഇൻസ്റ്റിൽ ചെയ്യാൻ അല്ലെ നമുക്ക് പറ്റും. ടു എൻഷുർ ദാറ്റ് യൂത്ത് പർട്ടിക്കുലർലി ദി അണ്ടർ പ്രിവിലേജ്ഡ് ഗെറ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ ഈ അണ്ടർ പ്രിവിലേജ്ഡ് ഗ്രൂപ്പ്, അണ്ടർ പ്രിവിലേജ് എന്നൊക്കെ പറഞ്ഞ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ നിന്നുള്ള യൂത്തിൽ, അതായത് ആ ഒരു ഏജിലുള്ള ആളുകൾക്ക് സെക്കൻഡറി എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോ ഇതൊക്കെ എയിം ചെയ്യുന്നത്, അതായത് ഫോർവേഡ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ എന്തായാലും പഠിച്ചോളും, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ ഫോർവേഡ് ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എഡ്യൂക്കേഷന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് എഡ്യൂക്കേഷൻ ഈസ് മെയിൻലി ഫോക്കസിങ് അപ്പോൺ ദി അണ്ടർ പ്രിവിലേജ്ഡ് ആൻഡ് ബാക്ക്വേർഡ് പീപ്പിൾ. ഒബ്ജക്റ്റീവ്സ്: all schools should have the basic facilities.
സ്കൂളിന് ബേസിക് ഫെസിലിറ്റികളെല്ലാം ഉണ്ടായിരിക്കണം. എസ്റ്റാബ്ലിഷിംഗ് റെസിഡൻഷ്യൽ സ്കൂൾസ് ഇൻ ട്രൈബൽ ഏരിയാസ്. അതുപോലെ തന്നെ ട്രൈബൽ ഏരിയാസിലെ സ്കൂളുകളൊക്കെ റെസിഡൻഷ്യൽ സ്കൂളുകളാക്കാം. അതായത് അവർക്ക് വീട്ടിൽ പോയിട്ട് പഠിക്കുക, അതായത് എന്നും ഇങ്ങനെ കാട്ടിലൊക്കെയാണ് അവർ കഴിയുക. അപ്പൊ അവിടെ നിന്ന് സ്കൂളിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ് വോണ്ട് ബി പോസിബിൾ. അപ്പൊ റെസിഡൻഷ്യൽ അവിടെ താമസിച്ച് ഹോസ്റ്റലിലൊക്കെ താമസിച്ച് പഠിക്കുക എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാം. സ്കൂൾ മാനേജ്മെന്റ് പ്രൊവൈഡ്സ് ആൻ എഫിഷ്യന്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം. പിന്നെ അതുപോലെ തന്നെ മാനേജ്മെന്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റവും ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ വിചാരിക്കും കുറച്ച് മുമ്പ് കാലത്ത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഒന്നും ഞങ്ങളൊക്കെ നടന്നിട്ടാ പോയിരുന്നത്. ഇപ്പൊ എല്ലാ സ്കൂളുകളിലേക്കും ബസ്സൊക്കെ ഉണ്ട്. അപ്പൊ അത് ഇതിന്റെ കീഴിലാണ്. അതായത് ട്രാൻസ്പോർട്ട് സിസ്റ്റം കൊണ്ടുവരണം, അത് നിർബന്ധമാണ്. നോ ചൈൽഡ് ഷുഡ് ബി deprived of secondary education because of any inequality and discrimination. അതായത് ഡിസ്ക്രിമിനേഷൻ അല്ലെ, ടോണൊന്നും ഒരിക്കലും സ്കൂളിൽ ആ രീതിയിൽ സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ഇനീക്വാളിറ്റി സ്കൂളിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് സ്കൂൾ അധികൃതർ ഉറപ്പുവരുത്തണം. രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ റൂസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് വാസ് പ്ലാൻഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ്, HR. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? HR ഡിപ്പാർട്ട്മെന്റ്. അതായത് നമുക്ക് കേരളത്തിലാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിലാണെങ്കിൽ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരിക്കും. യൂണിയൻ മിനിസ്ട്രിയില് വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇല്ല. അതിന് പകരമുള്ള പോസ്റ്റാണ് HR മിനിസ്റ്റർ. കേട്ടിട്ടുണ്ടോ? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്റ്റർ. അപ്പൊ അതായത് ഹ്യൂമൻ റിസോഴ്സ് വിദ്യാഭ്യാസം മാത്രമല്ല, മാനവിക വിഭവ വികസന വകുപ്പ് മന്ത്രി. ഓക്കെ. So under this plan, a new central organization will be created to suggest the introduction of reforms in higher education, help in planning, supervising developmental schemes of all state administrated universities. അതുപോലെ തന്നെ ഇത് കുറച്ചും കൂടെ, അതായത് യൂണിവേഴ്സിറ്റി ലെവലിലുള്ള വിദ്യാഭ്യാസമാണ് ഇത് സൂപ്പർവൈസ് ചെയ്തത് റൂസ. അതായത് ഹയർ എഡ്യൂക്കേഷൻ അല്ലെ, +2 കഴിഞ്ഞിട്ട്, +2 വരെയുള്ളത് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ്. അത് കഴിഞ്ഞിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ ആണ് ഈ റൂസയുടെ കീഴിൽ വരുന്നത്. സാലിയന്റ് ഫീച്ചേഴ്സ് ഫങ്ഷൻസ് ഓഫ് റൂസ എന്തൊക്കെയാണ്? അതിന്റെ ബേസിക് ഫങ്ഷൻസ്: അപ്ഗ്രേഡിംഗ് സെലക്ടഡ് യൂണിവേഴ്സിറ്റി ടു അച്ചീവ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്. കുറച്ച് യൂണിവേഴ്സിറ്റികൾ, അതായത് നമ്മളുടെ ജവഹർലാൽ നെഹ്റു അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്ക് ഇന്റർനാഷണൽ ലെവൽ യൂണിവേഴ്സിറ്റികളുടെ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. എന്നാലാണ് നമ്മുടെ വിദ്യാഭ്യാസവും എസ്പെഷ്യലി ഹയർ എഡ്യൂക്കേഷൻ ഇന്റർനാഷണൽ ലെവലിലുള്ള രീതിയിലായിട്ട് മാറും. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്തത് ഇവര്? അതുപോലെ യൂണിവേഴ്സിറ്റികളൊക്കെ ഇന്റർനാഷണൽ ലെവൽ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റി. പെർമിറ്റിംഗ് ദി ഓപ്പണിംഗ് ഓഫ് ന്യൂ യൂണിവേഴ്സിറ്റീസ്, അതിനുവേണ്ടി പുതിയ യൂണിവേഴ്സിറ്റികൾ തുടങ്ങാനുള്ള അനുമതി കൊടുത്തു. ലിങ്കിങ് കോളേജസ് ഇൻ നെയ്ബർഹുഡ്, അതുപോലെ എന്താണ് കുറെ കോളേജുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് അനുമതി കൊടുത്തു. കാരണം എന്നാലാണ് കൂടുതൽ പേർക്ക് അതിൽ വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് മാത്രമാണ് കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്ഗ്രേഡിംഗ് ഫുൾ ഫ്ലെജ്ഡ് ഡിഗ്രി കോളേജസ് ഇൻ മോഡൽ കോളേജസ്, അതുപോലെ തന്നെ ഡിഗ്രി കോളേജസ് തുടങ്ങുക. ക്രിയേറ്റിംഗ് സ്റ്റേറ്റ് കൗൺസിൽസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ എല്ലാ സ്റ്റേറ്റിലും ആരംഭിക്കുക. ഗൈഡിംഗ് സെൻട്രൽ, നമുക്കിപ്പോ വിദ്യാഭ്യാസ മന്ത്രിന്റെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഉണ്ട് അല്ലെ, അപ്പൊ അതുപോലെ ഗൈഡിംഗ് സെൻട്രൽ എയ്ഡ് ടു യൂണിവേഴ്സിറ്റികൾക്ക് കൂടുതൽ ഫണ്ടോ ഗ്രാന്റോ ഒക്കെ അനുവദിക്കുക. 90% എക്സ്പെൻഡിച്ചർ ബെയർസ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് 10% ബൈ സ്റ്റേറ്റ് അല്ലെ. അതായത് യൂണിവേഴ്സിറ്റികളിലൊക്കെ എങ്ങനെയാണ് 90% ചെലവും വഹിക്കുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. 10% ആണ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഈവൻ പ്രൈവറ്റ് കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് ക്യാൻ ഗെറ്റ് ഫണ്ട് സബ്ജക്ട് ടു സർട്ടൻ കണ്ടീഷൻസ്. അതുപോലെ പ്രൈവറ്റ് കോളേജിനും യൂണിവേഴ്സിറ്റികൾക്കൊക്കെ ഫണ്ട് കൊടുക്കാൻ തുടങ്ങി. ഓക്കെ. ഇപ്പൊ നമ്മളിപ്പോ നാക് അങ്ങനത്തെ ഓരോ ക്രൈറ്റീരിയൻസ് ഒക്കെ അവര് എന്താ പറയാ അംഗീകരിക്കുകയാണെങ്കിൽ, അങ്ങനെ നാക്കിലുള്ള അക്രഡിറ്റേഷൻ കിട്ടുകയാണെങ്കിലൊക്കെ കുറച്ച് ഫണ്ടൊക്കെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അത് നിർത്തി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഗവൺമെന്റ് അല്ലെ എല്ലാവർക്കും ഗ്രാന്റ് കൊടുക്കുക, അതായത് ഹയർ എഡ്യൂക്കേഷന് ക്വാളിറ്റി ഉണ്ടാക്കുക. ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഇപ്പൊ നമ്മൾ FIUGP ഒക്കെ ഏകദേശം ആ ഒരു ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ മോഡലാണ്. അതായത് എഡ്യൂക്കേറ്റിംഗ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് അലോങ് വിത്ത് നോർമൽ ചിൽഡ്രൻ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെ, അതായത് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ കൂടെ പഠിപ്പിക്കുക.
The concept is the outcome of the National Policy on Education 1986, which recommended to provide equal opportunity in education for all. എല്ലാവർക്കും എഡ്യൂക്കേഷനിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ സ്പെഷ്യൽ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നു. ദർ ഇസ് നോ നീഡ് ഫോർ ദാറ്റ്. അതുകൊണ്ടാണ് ഇവരെ എങ്ങോട്ട് കൊണ്ടുവന്നത്? സാധാരണ നോർമൽ സ്കൂളുകളിലേക്ക്. എങ്ങനെയാണ് ഈ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്തത്? Children with less amount of disability could be educated in the common school. ഒരു മോർ ദാൻ 60% ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് പഠിക്കാൻ പറ്റില്ല, പക്ഷെ ലെസ് ഡിസബിലിറ്റി ഉള്ള ആളുകളെയൊക്കെ ഇതുപോലെ നോർമൽ സ്കൂളിലേക്ക് കൊണ്ടുവന്നു. എക്സെപ്ഷണൽ ചിൽഡ്രൻ ക്യാൻ ബി അറ്റൻഡ് ദ ക്ലാസ്സസ് വിത്ത് നോർമൽ ചിൽഡ്രൻ ഈതർ ഓൺ എ പാർട്ട് ടൈം ഓർ ഫുൾ ടൈം ബേസിസ്. പിന്നെ ചില കുട്ടികൾക്ക് വേണമെങ്കിൽ പാർട്ട് ടൈം ആയിട്ടൊക്കെ, അതായത് അവരെന്നും വരണമെന്നില്ല ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. അവർക്ക് ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ ചില കുട്ടികൾ കണ്ടിട്ടില്ല, കിടപ്പിലൊക്കെ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ എന്നും വന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് അറ്റൻഡൻസ് ഇസ് നോട്ട് മാൻഡേറ്ററി ഫോർ ദോസ് സ്റ്റുഡൻസ്. അതുപോലെ മേക്കിംഗ് എക്സെപ്ഷണൽ ചിൽഡ്രൻ ടു ലേൺ ഇൻ റെഗുലർ ക്ലാസ് റൂം അലോങ് വിത്ത് നോർമൽ ചിൽഡ്രൻ ഫോളോയിങ് ദ നോർമൽ കരിക്കുലം പ്രൊവൈഡിംഗ് ദ റിക്വയർഡ് സ്പെഷ്യൽ ഹെൽപ്പ്. അപ്പൊ ടീച്ചേഴ്സിന് നമ്മൾ അടുത്ത സെമ്മുകളിലൊക്കെ ആയിട്ട് പഠിക്കുന്നുണ്ട്, ഒരു പേപ്പർ തന്നെയുണ്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ കൂടുതലായിട്ട് നമ്മൾ പഠിക്കും എങ്ങനെയാണ് ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പോസിബിൾ ആക്കുന്നത്. അപ്പൊ സ്കൂളിൽ കുറെ മാറ്റങ്ങൾ വരുത്തണം, കരിക്കുലത്തിൽ കുറെ മാറ്റങ്ങൾ വരുത്തണം ഇൻ ഓർഡർ ടു ഇൻക്ലൂഡ് ദീസ് ടൈപ്സ് ഓഫ് ചിൽഡ്രൻ. അപ്പൊ അതുപോലെ തന്നെ ഇവർക്ക് കുറച്ച് സ്പെഷ്യൽ അറ്റൻഷൻ ചിലപ്പോൾ ടീച്ചേഴ്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കണം, അല്ലെ? അങ്ങനെ കുറെ മാറ്റങ്ങൾ സ്കൂളിൽ കരിക്കുലത്തിൽ വരുത്തേണ്ടി വരും. പിന്നെ സ്ട്രാറ്റജി ടു ചിൽഡ്രൻ വിത്ത് മോഡറേറ്റ് ലെവൽ ഓഫ് ഡിസബിലിറ്റി ക്യാൻ ബി മേഡ് ടു അറ്റൻഡ് ക്ലാസ്സസ് വിത്ത് നോർമൽ ചിൽഡ്രൻ ഫോർ ഹാഫ് എ ഡേ ലേൺ ഇൻ ദ സ്പെഷ്യൽ റൂം. ചിലപ്പോൾ അവർക്ക് പകുതി സമയം അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇവർക്ക് ചിലപ്പോൾ ഇവരുടെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കേണ്ടി വരും. അപ്പൊ ടീച്ചേഴ്സിന് ആ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹാഫ് ഡേ വരെ സ്പെഷ്യൽ ക്ലാസ് റൂമിൽ ഇരിക്കണം എന്ന് പറയുന്നത്. സ്പെഷ്യൽ റൂം സിറ്റുവേറ്റഡ് ഇൻ ദ കോമൺ സ്കൂൾ ക്യാമ്പസ് വിത്ത് റിക്വയർഡ് ഫെസിലിറ്റീസ്. അപ്പം അത് വേറെ സ്കൂളല്ല ഉദ്ദേശിക്കുന്നത്, ഈ സ്കൂളിൽ തന്നെ ഒരു പ്രത്യേക റൂം, സ്പെഷ്യൽ റൂം പോലെ. Then inclusive education, meaning എന്താണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ all students attend and are welcomed by their neighborhood schools in age appropriate regular classes and are supported to learn, participate and contribute in all aspects of life in the school. അപ്പൊ നമ്മൾ പറഞ്ഞു ഇക്വാലിറ്റി, എഡ്യൂക്കേഷനിൽ എല്ലാവർക്കും ഇക്വാലിറ്റി വേണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിഫറെന്റ്ലി ഏബിൾഡ് എന്ന് പറഞ്ഞിട്ട് ആളുകളെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് തന്നെ നെയ്ബർഹുഡ് സ്കൂളിൽ തന്നെ അവരുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. Okay, it is the right of that child. Students with special needs to spend more of their time with the non-disabled students. അപ്പൊ ഇങ്ങനെ സ്പെഷ്യൽ സ്കൂളിലാണ് അവർ പോകുന്നുണ്ടെങ്കിൽ അവര് എന്താണ്, they will interact with such children, അല്ലെ? അതുപോലെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് മാത്രമേ അവർക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവര് സൊസൈറ്റിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ they cannot interact with the people with no disability. അപ്പൊ അതിനുള്ള അത് ഓവർകം ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ് എന്തുണ്ടാക്കിയത്, ഇങ്ങനെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഉണ്ടാക്കിയത്. അപ്പൊ സ്കൂളിൽ ഇതുപോലെ തന്നെ മറ്റുള്ള കുട്ടികൾക്കും, ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കും, നോർമൽ ചിൽഡ്രൻ അല്ലെ, അവർക്കും ഇതുപോലെ ഇവരുമായിട്ട് മിങ്കിൾ ചെയ്യുക, ഇവരെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ആളുകളെ നമ്മുടെ പോലെയുള്ള ആളുകളാണ് എന്നുള്ളൊരു മനോഭാവം വരുത്തി തീർക്കാനായിട്ട് ഇത് സഹായിക്കും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. Disabled children are treated like normal children. Definition of inclusive education. UNESCO എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് നൽകുന്ന ഡെഫിനിഷൻ? Inclusion is a process of addressing and responding to the diversity of needs of all learners through increasing participation in learning, culture and communities, and producing exclusion within and from education. Involved changes having modification in content, approaches, structure and strategies. അതായത് അഡ്രസ്സിംഗ് ആൻഡ് റെസ്പോണ്ടിങ് ടു ദ ഡൈവേഴ്സിറ്റി ഓഫ് നീഡ്സ്. ഇപ്പൊ നമ്മൾ പറയും ഒരാള് ഇപ്പൊ ഭിന്നശേഷിക്കാരൻ എന്നാണ് അതിനെ പറയുന്നത്, അതായത് ഡിഫറെന്റ്ലി ഏബിൾഡ്. അവർക്കും കുറെ എബിലിറ്റീസ് ഉണ്ട്, അല്ലെ? കണ്ണ് കാണാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കണ്ണ് കാണുന്ന ആൾക്കാരെക്കാളും കുറെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡിഫറെന്റ്ലി ഏബിൾഡ് തന്നെയാണ് ആ കുട്ടികൾ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട്
അപ്പൊ ഇവരുടെ എല്ലാവരുടെയും പലതരത്തിലുള്ള ആളുകളാണ്. അവരുടെ എല്ലാം നീഡ്സ്, ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനായിട്ട് അവരെ എഡ്യൂക്കേഷനിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരെ പങ്കെടുപ്പിക്കാനായിട്ട് എല്ലാ കൾച്ചറിലുള്ള ആളുകളെയും കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ചിലപ്പോൾ ട്രാൻസ്ജെൻഡർ ആവാം, ഓക്കെ, അവരും ഇതുപോലെ തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാവാം, ഡിഫറെന്റ്ലി ഏബിൾഡ് പീപ്പിൾ ആവാം. ഇവരെ എല്ലാവരെയും എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു കുടക്കീഴിൽ കൊണ്ടുവരാം. ഇൻവോൾവ് ചേഞ്ചസ് ആവിങ് മോഡിഫിക്കേഷൻ ഇൻ കോണ്ടന്റ് അപ്രോച്ചസ് സ്ട്രക്ചർ ആൻഡ് സ്ട്രാറ്റജീസ്. അതുപോലെ തന്നെ കോണ്ടന്റിൽ, അതായത് സിലബസിൽ മാറ്റം വരുത്തേണ്ടി വരും ഇവരെ കൊണ്ടുവരികയാണെങ്കിൽ. അപ്രോച്ചസ്, ടീച്ചിങ് അപ്രോച്ചസ്, ദാറ്റ് ഇസ് ദ മെത്തഡോളജി ഓഫ് ടീച്ചിങ്. അതുപോലെ തന്നെ എല്ലാ സ്ട്രാറ്റജികളും, സ്ട്രക്ചർ ഓഫ് എഡ്യൂക്കേഷൻ ഒക്കെ മാറ്റം വരുത്തേണ്ടി വരും ഫോർ ഇൻക്ലൂഡിങ് സച്ച് പീപ്പിൾ, അല്ലെ. ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ മാറ്റേണ്ടി വരും അവരൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക തരത്തിലുള്ള എന്താ പറയാ റാമ്പുകൾ വേണ്ടി വരും. ഫിസിക്കലി ഡിസേബിൾഡ് ആയാലും. പിന്നെ അതുപോലെ തന്നെ റെയിൽസ്, അവർക്ക് പിടിച്ചു വരാനുള്ള റെയിലുകൾ ഉണ്ടാക്കേണ്ടി വരും. ടോയ്ലറ്റുകൾ, സ്പെഷ്യൽ ടോയ്ലറ്റ്സ് ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഡ്യൂക്കേഷനിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ഫോർ ഓൾ ഇൻക്ലൂസീവ് ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. എന്താണ് എഡ്യൂക്കേഷൻ ഫോർ ഓളും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ്? എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്ന് പറഞ്ഞു വെച്ചാൽ aims to ensure 100% literacy in the age up to 6 to 14. 6 മുതൽ 14 വയസ്സ് വരെ നിർബന്ധിത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ലിറ്ററസി റേറ്റ് കൂട്ടും, അല്ലെ. World Education Forum recommended that it must take into account the needs of the poor and the most disadvantaged. അല്ലെ, ഏറ്റവും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആരെയാണ്? ഏറ്റവും പാവപ്പെട്ടവര്, ഡിസഡ്വാൻറ്റേജ്ഡ്, ബാക്ക്വേർഡ് പീപ്പിളിനെ. ഫോർവേഡ് പീപ്പിൾ എന്തായാലും ഓൾറെഡി ദേ വിൽ ഗെറ്റ് എഡ്യൂക്കേഷൻ. ദെൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കെയർ ആൻഡ് കൺസേൺ ഫോർ ദ ഡിസേബിൾഡ്. അവർക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അക്കോമഡേറ്റിംഗ് ഓൾ, എല്ലാവരെയും വിദ്യാഭ്യാസത്തിലേക്ക് ഉൾപ്പെടുത്തുക. കൺസേൺ ഫോർ മാർജിനലൈസ്ഡ്, അല്ലെ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ച് കൺസേൺ കൊടുക്കുക. അതായത് അവർക്ക് മുഖ്യധാരയിലേക്ക് വരാൻ ചിലപ്പോ കുറച്ച് എന്താ പറയാ ആൾട്ടർനേഷൻസ് ഷുഡ് ബി മെയ്ഡ് ഇൻ ദ എഡ്യൂക്കേഷണൽ സിസ്റ്റം ആൻഡ് മെത്തഡോളജി. പബ്ലിക് സ്കൂൾ ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ. ഇപ്പോഴാണ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ പോസിബിൾ ആണ്. കാരണം എല്ലാവർക്കും സ്പെഷ്യൽ സ്കൂളിൽ അയച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ ഇറ്റ് വോണ്ട് ബി പോസിബിൾ ഇഫ് ദേ ആർ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റി. അപ്പൊ ഇവരെ സാധാരണ നോർമൽ സ്കൂളിൽ പഠിപ്പിച്ചാൽ മതി, അവിടെ അതിനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ those people or those students or those children will also get education. Then education for collective living and peaceful living. എന്തിനാ എല്ലാവരും എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്, അല്ലെ? എഡ്യൂക്കേറ്റ് ചെയ്യിക്കുക അല്ലെങ്കിൽ എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതുകൊണ്ട് എന്താണ് നമ്മുടെ ലക്ഷ്യം? ത്രൂ എഡ്യൂക്കേഷൻ വി ട്രാൻസ്മിറ്റ് ഇന്ത്യൻ കൾച്ചർ ടു ദ യങ്ങർ ജനറേഷൻ, അല്ലെ. അതായത് നമ്മളുടെ കൾച്ചറാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, സ്കൂളുകളിലൂടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. The teacher should help the students to get the skills like self-learning, vocational training, problem solving and improve their personality. ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ടീച്ചറുടെ ഡ്യൂട്ടി സ്കൂളിൽ എന്താണ്? ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ഗെറ്റ് സ്കിൽസ്, അല്ലെ. അതായത് സ്കിൽ ഉണ്ടാക്കുക, കുട്ടിയെ സ്കിൽ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുക. സെൽഫ് ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുക. സെൽഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടി സ്വന്തമായിട്ട് പഠിപ്പിക്കുക, അല്ലാതെ നമ്മൾ എല്ലാം തത്തമ്മേ പൂച്ച എന്ന് പറഞ്ഞിട്ട് ബൈ ഹാർട്ട് ചെയ്യിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. വൊക്കേഷണൽ ട്രെയിനിങ്, അല്ലെ. സ്കൂളിൽ ഇതുപോലെ വൊക്കേഷണൽ എന്തെങ്കിലും ജോലിയുടെ ട്രെയിനിങ് പറഞ്ഞു കഴിഞ്ഞാൽ അവരിത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ജോലി ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കണം. ദെൻ പ്രോബ്ലം സോൾവിങ്, എന്ത് പ്രോബ്ലം വന്നാലും അത് ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ്, അല്ലെ. അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഇംപ്രൂവ്മെന്റ് ഒക്കെയാണ് ടീച്ചേഴ്സ് കുട്ടികളുടെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാതെ ഈ ടെക്സ്റ്റ് ബുക്ക് തുറന്നിട്ട് ഇതിലുള്ള കാര്യങ്ങൾ മൊത്തം കുട്ടികൾക്ക് ബൈ ഹാർട്ടായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. ഇറ്റ് ഇസ് നോട്ട് ദ ഡ്യൂട്ടി ഓഫ് എ ടീച്ചർ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ദ ഡ്യൂട്ടി ഓഫ് എ ടീച്ചർ നൗ. ദെൻ കൺഫ്രണ്ടിങ് 3 മേജർ ഇഷ്യൂസ്, അതായത് വാർ ആൻഡ് പീസ്, മാൻ ആൻഡ് ദി എൻവയറൺമെന്റ്, കൾച്ചർ ആൻഡ് ടെക്നോളജി. അതായത് ഈ കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് അവെയർ ആക്കുക. അതായത് നമുക്കറിയാം വാർ എന്ന് പറഞ്ഞു വെച്ചാൽ നല്ല അല്ലെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെ സ്കൂളിൽ ആ ഒരു കോൺഷ്യസ്നെസ് കുട്ടികൾ ഉണ്ടാക്കിയാൽ മാത്രമാണ് എന്താണ് അവർ വളർന്ന് വലുതാവുമ്പോഴും ദേ വിൽ ബി
against wars and they will follow some peaceful methods in their life. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം സ്കൂളിൽ ഒരുക്കണം. മാൻ ആൻഡ് ദി എൻവയറൺമെന്റ്, അതുകൊണ്ടാണ് ജൂൺ 5 തീയതി മരങ്ങളും മീൻസ് തൈകളൊക്കെ കൊടുക്കുന്നത്. കുട്ടിക്ക് എൻവയറൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ്, നശിപ്പിക്കാനുള്ളതല്ല എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി. കൾച്ചർ ആൻഡ് ടെക്നോളജി, കൾച്ചർ ഈസ് വെരി ഇമ്പോർട്ടന്റ് ബട്ട് വി ഷുഡ് ഹാവ് ടു ആക്സെപ്റ്റ് ദ ന്യൂ ടെക്നോളജീസ് അല്ലെ. അപ്പൊ കൾച്ചർ, നമ്മുടെ കൾച്ചർ, എല്ലാവരുടെയും കൾച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവർക്കും കൾച്ചറൽ ആയിട്ട് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സംസ്കാരവുമായിട്ട് വളരെ നല്ല ബന്ധമാണ് ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ കാസ്റ്റ് ആയിക്കോട്ടെ, റിലിജൻ ആയിക്കോട്ടെ. പക്ഷെ പുതിയ ടെക്നോളജികൾ നമ്മൾ അതിലേക്ക് അഡോപ്റ്റ് ചെയ്താൽ മാത്രമാണ് ലൈഫ് ഈസി ആവുള്ളൂ, ലൈഫ് മോഡേൺ ആവുള്ളൂ, ലൈഫ് കുറച്ചും കൂടെ ഡെവലപ്ഡ് ആവുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ആ ഒരു അവബോധം ഉണ്ടാക്കാം. The education that helps present students to live together in the future society. നമ്മൾ പറഞ്ഞില്ലേ, എല്ലാ തരത്തിലുള്ള ആളുകളും സ്കൂളിൽ ഉണ്ടായിരിക്കണം. മാർജിനലൈസ്ഡ്, ഡിഫറെന്റ്ലി ആബിൾഡ്, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവുമ്പോൾ അവരോടൊക്കെ മിങ്കിൾ ചെയ്ത് സമൂഹത്തിലും ഈ രീതിയിലുള്ള ആളുകളോട് മിങ്കിൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുട്ടികൾക്ക് മുതിർന്നു കഴിഞ്ഞാൽ ഉണ്ടാവും. അത് ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡാണ് പ്രസന്റ് എഡ്യൂക്കേഷന്റെ. പ്രൊവൈഡിങ് വാല്യൂ എഡ്യൂക്കേഷൻ, ഇതെല്ലാം കൊടുക്കുന്നതിന്റെ കൂടെ വാല്യൂ എഡ്യൂക്കേഷൻ, മോറൽ വാല്യൂസും കുട്ടികൾക്ക് പകർന്നു കൊടുക്കാം. വാല്യൂസ് ടു ബി ഡെവലപ്ഡ്, എന്തൊക്കെ വാല്യൂസ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് സ്കൂളിന്? നോൺ വയലൻസ് അല്ലെ. വയലൻസ് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ നോൺ വയലൻസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. കോപ്പറേഷൻ, നമ്മൾ ഇപ്പൊ നിങ്ങൾ ഇനി പഠിക്കും എന്താണ് ഗ്രൂപ്പ് സ്റ്റഡി ഒക്കെ ആക്കും അല്ലെ. ഗ്രൂപ്പായിട്ടുള്ള വർക്കൊക്കെ കൊടുക്കുമ്പോൾ കോപ്പറേഷനും കൊളാബറേഷനും ഒക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് പോലും കോപ്പറേറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. എക്സാം ഹോളിലല്ല കേട്ടോ, ഇങ്ങനെ വർക്ക് കൊടുക്കുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു കോപ്പറേഷൻ ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാവും. അതായത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്, സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡ് അല്ലെ, സെൽഫിഷ് അല്ല അല്ലെ, മറ്റുള്ളവരെ സഹായിക്കുക. റെസ്പെക്ടിങ് അതേഴ്സ് ആൻഡ് ട്രീറ്റിംഗ് ദം വിത്ത് റെസ്പെക്ട് അല്ലെ, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക, ബഹുമാനിക്കുക. ആക്സെപ്റ്റിംഗ് ദ ഡിഫറൻസസ് എമംഗ് മെൻ, ഇപ്പൊ ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാവും, എല്ലാവരും ഒരുപോലെയല്ല. അപ്പൊ ആ ഒരു ഡിഫറൻസ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി അല്ലെ കുട്ടിയിൽ ഉണ്ടാവും. റിയലൈസിംഗ് ദ നെസസിറ്റി ഫോർ എവ്രി വൺ ടു ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്, അതുപോലെ തന്നെ ഈ നെസസിറ്റി ഫോർ എവ്രി വൺ ടു ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്, മറ്റുള്ളവരെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലെ. നമുക്ക് മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സത്യം കുട്ടി മനസ്സിലാക്കുന്നത് സ്കൂളിൽ വെച്ചായിരിക്കണം. 4 pillars of education as viewed by Dealers Commission report. അപ്പൊ എന്തൊക്കെയാണ് ഈ 4 pillars of education? അപ്പൊ അവർ പറയുന്ന കമ്മീഷൻ പറയുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഈസ് അറ്റ് ദ ഹാർട്ട് ഓഫ് ബോത്ത് പേഴ്സണൽ ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്. Its mission is to enable each of us without exception to develop all of our talents to the full and to realize our creative potential, including responsibility for our own lives and achievement of personal aims, besides developing the capacity for collective and peaceful living. ഓക്കെ, എഡ്യൂക്കേഷൻ എന്തിനുള്ളതാണെന്നാണ് അവർ ഡിഫൈൻ ചെയ്യുന്നത്? ഹാർട്ട് ഓഫ് ബോത്ത് പേഴ്സണൽ ആൻഡ് കമ്മ്യൂണിറ്റി, പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും. ഇറ്റ്സ് മിഷൻ ഇസ് ടു എനാബിൾ ഈച്ച് ഓഫ് us, നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുക, വിത്തൗട്ട് എക്സെപ്ഷൻ, ഒരു പാർഷ്യാലിറ്റി ഇല്ലാതെ. എന്തിന്? ടു ഡെവലപ്പ് ഓൾ അവർ ടാലന്റ്സ് ടു ദ ഫുൾ അല്ലെ, നമ്മുടെ എല്ലാ ടാലന്റുകളും മുഴുവനായിട്ടും പുറത്തു കൊണ്ടുവരിക, ഡെവലപ്ഡ് ആക്കുക. ആൻഡ് ടു റിയലൈസ് അവർ ക്രിയേറ്റീവ് പൊട്ടൻഷ്യൽ. എഡ്യൂക്കേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ എന്താണ്, നമ്മുടെ ക്രിയേറ്റീവ് എബിലിറ്റി എന്താണെന്നുള്ളത് വി ഷുഡ് ഹാവ് ടു റെക്കഗ്നൈസ്, ഇൻക്ലൂഡിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ അവർ ഓൺ ലൈഫ്സ് ആൻഡ് അച്ചീവ്മെന്റ് ഓഫ് പേഴ്സണൽ എയിംസ്. അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തിലും അതുപോലെ തന്നെ ചില നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ഒരു റെസ്പോൺസിബിൾ ആവുക, അതായത് ഉത്തരവാദിത്വമുള്ള ഒരു പൗരനായി മാറുക. അതുപോലെ തന്നെ സ്വന്തം ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുക. ബിസൈഡ്സ് ഡെവലപ്പിംഗ് ദ കപ്പാസിറ്റി ഫോർ കളക്റ്റീവ് ആൻഡ് പീസ്ഫുൾ ലിവിംഗ്. ഇതിനൊക്കെ പുറമെ എഡ്യൂക്കേഷനിലൂടെ എന്തും കൂടെ ഉണ്ടാവണം? കപ്പാസിറ്റി ഫോർ കളക്റ്റീവ് ആൻഡ് പീസ്ഫുൾ ലിവിംഗ് അല്ലെ, സമൂഹത്തിൽ ഒന്നിച്ച് ജീവിക്കാനും സമാധാനപരമായി ജീവിക്കാനുമുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ എഡ്യൂക്കേഷനിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഡിയോളർ കമ്മീഷൻ റിപ്പോർട്ടിൽ എഡ്യൂക്കേഷനെ പറ്റി ഡിഫൈൻ ചെയ്യുന്നത്.
ഓക്കെ, ഇനി 4 pillars of education എന്തൊക്കെയാണ് എന്നുള്ളത് ഒരാൾ വായിച്ചാൽ മതി. ഇവിടെ ഉറക്കമൊക്കെ ഉണ്ടോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഫാത്തിമ ഉണ്ടോ ഇവിടെ? ഫാത്തിമ പോയോ? സുഹറ മുനീബ, സുഹറ? Yes, ma'am. Okay. Can you read this slide? There is a 4 pillars of education. 4 pillars. Learning to know. Learning to do. Learning to live. Live together. Learning to be. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എഡ്യൂക്കേഷനിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അറിയുക, പ്രവർത്തിക്കുക, അല്ലെ? അതിനൊക്കെ പഠിക്കുക. വലുതായി എങ്ങനെ നമ്മൾ പ്രവർത്തിക്കണം, ഒന്നിച്ച് ജീവിക്കണം, എങ്ങനെ ആയിത്തീരണം. ഓക്കെ, ഈ കാര്യങ്ങൾക്കുള്ള ഒരു ട്രെയിനിങ് ആണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദ കോൺസെപ്റ്റ് ഓഫ് ലേണിംഗ് ടു നോ. എന്താണ് ലേണിംഗ് ടു നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഡിനോട്ട്സ് വൺസ് കോൺസെൻട്രേഷൻ, മെമ്മറി സ്കിൽസ് ആൻഡ് എബിലിറ്റി ടു തിങ്ക്, അല്ലെ? അതായത് നമ്മൾ എങ്ങനെ പഠിക്കുന്നത്, കുറെ കാര്യങ്ങൾ നോളജ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ് എഡ്യൂക്കേഷന്റെ പ്രൈമറി എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാതെ. അപ്പം നമ്മുടെ കോൺസെൻട്രേഷനും അതുപോലെ മെമ്മറി സ്കില്ലും എബിലിറ്റി, അല്ലെ, ചിന്തിക്കാനുള്ള എബിലിറ്റി, ഇതെല്ലാം കൂടി ചേർന്നതാണ്, അല്ലെങ്കിൽ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് നോളജ് അക്വിസിഷൻ. Every individual has hidden talents like memory, reasoning, imagination, physical ability, aesthetic sense, aptitude to communicate. അല്ലെ? എല്ലാവർക്കും കുറെ എബിലിറ്റികൾ ഉണ്ടാവും. അതായത് മെമ്മറി പവർ ഉണ്ടാവും, റീസണിങ്, അല്ലെ, അതായത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ചിന്തിക്കാനുള്ള കഴിവ്, ഇമാജിനേറ്റീവ് എബിലിറ്റി ഉണ്ടാവും, ഫിസിക്കൽ എബിലിറ്റി, അല്ലെ? അപ്പൊ നമ്മള് സ്പോർട്സിലൊക്കെ നല്ല എബിലിറ്റി ഉള്ള ആളുകൾക്ക് തന്നെ സ്പോർട്സിലൊക്കെ പെർഫോം ചെയ്യാൻ പറ്റും. ഈസ്തെറ്റിക് സെൻസ്, അല്ലെ, സൗന്ദര്യബോധം, അതായത് ഒരു പൂവ് കണ്ടിട്ട് അത് നല്ലതാണെന്ന് പറയാൻ പറ്റുക, ഒരു പോം വായിച്ചിട്ട് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പോം, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുക. ആപ്റ്റിറ്റ്യൂഡ് ടു കമ്മ്യൂണിക്കേറ്റ്, ചിലർക്ക് നല്ല കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഫ്ലുവൻസി, അല്ലെ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ ടാലന്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പോളിഷ് ചെയ്യണം ത്രൂ എഡ്യൂക്കേഷൻ. Concentration skills shall be improved by many different learning opportunities like games, work experience, practical science activities. Like concentration, നമുക്ക് ഗെയിംസിലൂടെ, ഗെയിംസ് ഒക്കെ കളിക്കണമെങ്കിൽ നല്ല കോൺസെൻട്രേഷൻ വേണം. ഇപ്പൊ നിങ്ങൾ ക്രിക്കറ്റ് ഒക്കെ കണ്ടിട്ടില്ലേ, ആ ബോള് എവിടെ കുത്തും എന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റണം, നല്ലതാണ് ബാറ്റ്സ്മാന് അത് അടിക്കാൻ പറ്റണം. അത്രയും കോൺസെൻട്രേഷൻ ലെവൽ വേണ്ട ഒരു ഗെയിമാണ് ക്രിക്കറ്റ്. ഫുട്ബോളും ഒക്കെ അങ്ങനെ തന്നെ, ബോൾ എവിടെ വരിക, ഏത് ദിശയിലേക്ക് അടിച്ചാലാണ് പോകാൻ പറ്റുക, അതെങ്ങനെ കൈക്കലാക്കാം, അത്രയും കോൺസെൻട്രേഷൻ വേണം. പിന്നെ അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസുകൾ ഉണ്ടാവും, അതുപോലെ ക്രാഫ്റ്റ്, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ, പിന്നെ പ്രാക്ടിക്കൽ സയൻസ് ആക്ടിവിറ്റീസ്, അല്ലെ? അപ്പൊ അതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഡെവലപ്മെന്റ് ഓഫ് മെമ്മറി സ്കിൽസ്, സ്കിൽസ് ഈസ് ആൻ എക്സലന്റ് ടൂൾ. ഓക്കെ, അപ്പം മെമ്മറി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? കാരണം എന്താണ്, മെമ്മറൈസ് ചെയ്യുക, ഒരു മെമ്മറൈസ് ചെയ്യലല്ല എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ, പക്ഷെ മെമ്മറി ഷുഡ് ഓൾസോ ബി ദയർ. ദ ടീച്ചേഴ്സ് ഷുഡ് ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ഇംപ്രൂവ് ദയർ തിങ്കിങ് സ്കിൽ. ഇപ്പൊ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, തിങ്കിങ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. The teacher should use both inductive reasoning and deductive reasoning skill. Inductive എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്, അതായത് ഒരു കാര്യത്തിന് എക്സ്പാൻഡ് ചെയ്തിട്ട് അത് പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക, അല്ലെങ്കിൽ അതിലെ ആ അർത്ഥതലങ്ങളിലേക്ക് അല്ലെങ്കിൽ നോളജിലേക്ക് തേടിപ്പോവാം. ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് കുറെ കാര്യങ്ങൾ പഠിച്ച് ഡെഡ്യൂസ് ചെയ്ത് ഒരു സിംഗിൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തുക. അപ്പോ ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ടു ജനറൽ, ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാല് ജനറൽ ടു പോയിന്റ്. ദെൻ ലേണിംഗ് ടു ഡു, ഈ ചെയ്യാൻ പഠിക്കാം. എന്തൊക്കെ ചെയ്യാൻ പഠിക്കേണ്ടത്? ഇറ്റ് റെഫേഴ്സ് ടു പുട്ടിംഗ് ദ നോളജ് ലേൺഡ് ഇൻ ടു പ്രാക്ടീസ്, അല്ലെ? പ്രാക്ടീസിലേക്ക് കൊണ്ടുവരിക, അതായത് നമ്മൾ പഠിച്ച കാര്യമൊക്കെ പ്രാക്ടീസ് ചെയ്യണം, അല്ലെ? അതാണ് എഡ്യൂക്കേഷൻ. One's competency is assessed by looking at the mix of various skills and talent. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ടാലന്റും സ്കില്ലും ഒക്കെ നമ്മൾ അക്വയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. The following qualities are essential. ഏതൊക്കെയാണ് നമ്മൾ ജീവിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ സ്കില്ലുകൾ വേണം? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, ടീം ബിൽഡിംഗ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, അല്ലെ? ഈ സ്കില്ലുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ, അല്ലെങ്കിൽ ജോലി എന്നുള്ളതൊന്നുമല്ല, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സ്കില്ലുകളാണ് അതൊക്കെ. പേഴ്സണൽ കോമ്പിറ്റൻസ് ഇൻക്ലൂഡ്, ഈ സ്വന്തമായിട്ട് പേഴ്സണൽ കോമ്പിറ്റൻസ് എന്തൊക്കെയാണ് അതുകൊണ്ട്, അതായത് ഒരാള് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട
കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതൊരാള് വായിച്ചാൽ മതി. അവിടെ വേറെ ആരൊക്കെ അവിടെ ഉള്ളത്? ഫാത്തിമ വന്നോ? ഫാത്തിമയെ കാണാനില്ല അല്ലെ? ഫാത്തിമ എവിടെ പോയി? ഇർഫാന ഇർഫാന ഇർഫാൻ ഉണ്ടോ? ഇർഫാന നാസർ ഓൺ ചെയ്തിട്ട് എങ്ങോട്ടോ പോണുണ്ട്. കാർത്തിക, ആർ യു ദേർ? കാർത്തികയല്ലേ? മുബീന, മുബീന പി സി. ആ, എല്ലാവരും ഇത് ഓൺ ആക്കിയിട്ട് എങ്ങോട്ടോ പോയിട്ടുണ്ട് അല്ലെ? മുബീന ഉണ്ടോ? ഓക്കെ, മുബീന. മുനീറ, നാജിയ ജംഷീദ്, ആർ യു ദേർ? നാജിയ. ഓക്കെ, ഞാൻ തന്നെ വായിക്കായിരിക്കും നന്നാവും അല്ലെ? നിങ്ങള് ക്ലാസ് കേൾക്കുക എന്നുള്ളത് ഇത് ഓൺ ചെയ്തിട്ട് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അല്ലെ? ഓക്കെ. സോ പേഴ്സണൽ കോമ്പിറ്റൻസ് ഇൻക്ലൂഡ് എന്തൊക്കെയാണ്? പേഴ്സണൽ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ബിഹേവിയർ അല്ലെ? സോഷ്യൽ അതായത് സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം. പേഴ്സണൽ ഇനിഷ്യേറ്റീവ് അതായത് എങ്ങനെയൊക്കെയാണ് നമ്മൾ പേഴ്സണലി ഇംപ്രൂവ്ഡ് ആവേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് സ്വയം ചെയ്യേണ്ടത്. വില്ലിംഗ്നെസ് ടു ടേക്ക് ദ റിസ്ക് അല്ലെ? റിസ്ക് എടുക്കുന്നവരെ ജീവിതത്തിൽ വിജയിക്കും. അതുകൊണ്ട് തന്നെ റിസ്ക് എടുത്തേ പറ്റും. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ സ്കൂൾ എഡ്യൂക്കേഷനിൽ കിട്ടേണ്ടതാണ്. കാരണം കുട്ടി ഗെയിം ഒക്കെ കളിക്കുക അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഈ റിസ്ക് മാനേജ്മെന്റ് പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവർ സ്വായത്തമാക്കണം. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെ എസെൻഷ്യൽ ആണ്. പ്രോബ്ലം സോൾവിങ് സ്കിൽ, എന്തെങ്കിലും പ്രോബ്ലം, മാത്സിലെ പ്രോബ്ലം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ വി ഷുഡ് ഹാവ് ടു സോൾവ് ഇറ്റ് ഫോർ അവർ സെൽസ്. സ്കിൽ ഓഫ് അഡാപ്റ്റബിലിറ്റി, മറ്റുള്ളവരെ അഡാപ്റ്റ് ചെയ്യാൻ അല്ലെ? സൊസൈറ്റിയിലേക്ക് നമ്മൾ അഡാപ്റ്റഡ് ആവാൻ അല്ലെ? അല്ലെങ്കിൽ അവരെ അംഗീകരിക്കാനുള്ള ഒരു കഴിവുണ്ടാവണം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹികപരമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടാവണം. ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെ എസെൻഷ്യൽ ആണ്. സ്കൂളിൽ പഠിപ്പിക്കേണ്ട ഒരു, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കുട്ടി ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്കില്ലാണ് ലീഡർഷിപ്പ് സ്കിൽ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. മൈക്ക് ഓൺ ആവുന്നില്ലായിരുന്നു മാം വിളിച്ചപ്പോ. ആണോ? എല്ലാവർക്കും ആ പ്രോബ്ലം ഉണ്ടായിരുന്നോന്ന് അറിയില്ല. ആയിക്കോട്ടെ, ഫാത്തിമ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫാത്തിമ വായിച്ചോളൂ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ലീഡർഷിപ്പ്, 9ാമത്തെ. മൈക്ക് ഡീആക്ടിവേറ്റ് ആയിട്ടാണുള്ളത്. എന്റെയോ? എല്ലാവരുടെയും മൈക്ക് ഡീആക്ടിവേറ്റഡ് ആയിരുന്നു. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, ഞാനൊന്നും ചെയ്തതല്ല കേട്ടോ. ഓക്കെ ഓക്കെ, ആര് വായിക്കാതെ ഒന്ന് വായിച്ചോളൂ. 9th one. Establishing rapport with others. Rapport with others. Okay, establishing rapport. Life skill. ഓക്കെ, റാപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ടി സൈലന്റ് ആണ് കേട്ടോ. റാപ്പോ പറഞ്ഞു വെച്ചാല് മറ്റുള്ളവരുമായിട്ടുള്ള ഒരു നല്ല സൗഹൃദം, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, അതാണ് റാപ്പോ പറഞ്ഞത്. ലൈഫ് സ്കിൽസ് അല്ലെ? ലൈഫ് സ്കിൽ പറഞ്ഞാൽ എന്താ? ജീവിക്കാനുള്ള കുറെ സ്കില്ലുകൾ ഉണ്ടാക്കണം. അതായത് എന്താ പറയാ, ജീവിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, വൊക്കേഷണൽ സ്കിൽസ് ആയിക്കോട്ടെ അല്ലെ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ എക്വയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് റിക്വയർഡ് ടു ഫങ്ഷൻ ആസ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് ആയിട്ട്, അതായത് നമ്മൾ സ്കൂളിലെ അതിനുള്ള പ്രാക്ടീസ് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഗ്രൂപ്പ് ആക്ടിവിറ്റികളൊക്കെ കൊടുക്കുക. അപ്പൊ കുട്ടികൾക്ക് ഗ്രൂപ്പിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അങ്ങനെ പുറത്തു പോയാലും എന്താണ്, വി ഷുഡ് ഹാവ് ടു ലിവ് ഇൻ എ ഗ്രൂപ്പ് അല്ലെ? സൊസൈറ്റി പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ ദെയർ. അവരുമായിട്ട് മിങ്കിൾ ആവണം, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു എന്താ പറയാ ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഷുഡ് ഓൾസോ ബി ദെയർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അല്ലെ കുട്ടി സ്കൂളിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ലേണിംഗ് ടു ലിവ് ടുഗെദർ, എങ്ങനെയാണ് നമ്മൾ ലിവ് ടുഗെദറിന് പഠിക്കുക, അല്ലെങ്കിൽ ജീവിക്കാനായിട്ട്, അതായത് മറ്റുള്ളവരുമായിട്ട് ഇടപഴകി ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് സ്കൂളിൽ നിന്നാണെന്ന് പറഞ്ഞു അല്ലെ? അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഒരാൾ വായിച്ചോളൂ. ഷൈബ വായിച്ചോളൂ. മൈക്കിന്റെ പ്രോബ്ലം എപ്പോഴും ഉണ്ടോ?
ഇർഫാന? യെസ് മാം. ഓക്കെ, വായിച്ചു. ലേണിംഗ് ടു ലിവ് ടുഗെദർ. Live in a peace and harmony. അതായത് നമ്മള് സമാധാനപരമായിട്ടും അതുപോലെ തന്നെ എന്താ പറയാ ഹാർമണി അല്ലെ, മറ്റുള്ളവരോടൊക്കെ നല്ല സ്നേഹത്തിലൊക്കെ നമ്മൾ ജീവിക്കാം. പിന്നെ Internalizing social values and practicing them throughout life. അതായത് നമ്മൾ സോഷ്യൽ വാല്യൂസ് അല്ലെ, സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ കുറെ വാല്യൂസ്, അതായത് കുറച്ച് ഓണസ്റ്റി അല്ലെ, സത്യസന്ധത വേണം, ഒരു ലവ് വേണം എല്ലാവരോടും, അങ്ങനത്തെ കുറെ വാല്യൂസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കുന്നത് സ്കൂളിലാണ്. അത് നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും നമ്മൾ അതിന് തന്നെ പ്രാപ്തരാകും. അതുകൊണ്ട് തന്നെ നല്ലൊരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും. ബേസിക് skills needed for living in harmony. പറഞ്ഞു. Having respect and concern for others, prizing the need. എല്ലാവരോടും നല്ല ഹാർമോണിയസ് ആയിട്ട് പീസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഹാവിങ് റെസ്പെക്ട് ആൻഡ് കൺസേൺ ഫോർ അതേഴ്സ് അല്ലെ. അതായത് നമ്മൾ മാത്രമല്ല ഈ സമൂഹത്തിലുള്ളത്, മറ്റുള്ളവരും മറ്റുള്ള നമ്മുടെ സഹജീവികളോടും അനുകമ്പയോടുകൂടെയും റെസ്പെക്റ്റോടുകൂടെയും പെരുമാറും. ഓക്കെ, സെക്കൻഡ് വൺ. Prizing the need and importance of unity and friendship without discrimination. ഓക്കെ, അതുപോലെ തന്നെ യൂണിറ്റിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അതുപോലെ മറ്റുള്ളവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ അത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു വെച്ചാൽ അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കുമ്പോൾ വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. ഇപ്പൊ അയാൾ വേറെ കാസ്റ്റ് ആണ്, അല്ലെങ്കിൽ അയാൾ വേറെ സൊസൈറ്റിയിലുള്ള ആളുകളാണ്, റീജിയനിലുള്ള ആളുകളാണ്, അങ്ങനത്തെ ഒരു ഡിസ്ക്രിമിനേഷൻ ഒരിക്കലും ഒരാള് വെച്ചിട്ട് അങ്ങനെ പ്രെജുഡൈസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പാടില്ല. കാരണം അത് നമ്മുടെ സമൂഹത്തിന്റെ യൂണിറ്റി ഇല്ലാതേക്കും അല്ലെ. യൂണിറ്റിയാണ് നമ്മുടെ ഏറ്റവും വലിയ ക്വാളിറ്റി അല്ലെ ഇന്ത്യയുടെ. അപ്പൊ അതിനുള്ള രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. പിന്നെ two complementary approaches could be followed in early childhood, focusing on students discovering the diversity among people around them. അതായത് നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒക്കെ കൊണ്ടുവരുന്നത്. കുട്ടിക്ക് ചെറുപ്പം മുതലേ മനസ്സിലാവണം പല തരത്തിലുള്ള ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, അവരുടെ കൂടെയാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാവണം. From later childhood onwards, making students involve themselves throughout their lives. Okay. അപ്പൊ ചെറിയ അല്ലെങ്കിൽ later childhood onwards, അതായത് കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ മേക്കിംഗ് സ്റ്റുഡൻസ് ഇൻവോൾവ് ദംസെൽസ് ത്രൂ ഔട്ട് ദെയർ ലൈഫ്സ് അല്ലെ. അപ്പൊ ഈ ഒരു എന്താ പറയാ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആക്സെപ്റ്റ് ചെയ്ത് ഈ ആളുകളെയൊക്കെ ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് കുട്ടി പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കണം. പിന്നെ ഐഡന്റിഫൈ ഹ്യൂമൻ ഡൈവേഴ്സിറ്റി. അതായത് എന്തൊക്കെയാണ് ഡൈവേഴ്സിറ്റി? നമ്മൾ പറഞ്ഞു ഡിഫറെന്റ്ലി ഏബിൾഡ് ഉണ്ട്, മാർജിനലൈസ്ഡ് പീപ്പിൾ ഉണ്ട്, പല ഇക്കണോമിക് സോഷ്യൽ ക്ലാസ്സിൽ നിന്ന് വരുന്ന ആളുകളുണ്ട് അല്ലെ, റീജിയനിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്. അപ്പൊ അതൊക്കെ കുട്ടി മനസ്സിലാക്കണം. ഓക്കെ. Involving students in common project like participating literary program, undertaking social service. Ma'am, എന്റെ സ്ക്രീൻ പോയി. Okay, ഞാൻ വായിച്ചോളാം. Okay, thank you. So, program undertaking social service, propagating the prevention of environmental degradation. അപ്പൊ നമുക്കറിയാം എന്താണ് കോമൺ പ്രൊജക്ട്സ്, അതായത് കുട്ടികൾക്ക് പ്രൊജക്റ്റുകളൊക്കെ കൊടുക്കാം കോമൺ ആയിട്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാം. ലൈക്ക് പാർട്ടിസിപ്പേറ്റിംഗ്. ഓക്കെ, ആരാണത് മൈക്ക് ഓൺ ചെയ്തിരിക്കുന്നത്? ഓക്കെ, ഇർഫാന, can you switch off the mic? സ്വിച്ച് ഓഫ് മൈക്ക് ഒന്ന് ഓഫ് ആക്കുവോ? സോ എന്താ പറയുന്നത്, പലതരത്തിലുള്ള ആളുകളുണ്ടെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ട് എന്താണ് സ്റ്റുഡൻസ് ഇൻ കോമൺ പ്രൊജക്ട്സ് ലൈക്ക് പാർട്ടിസിപ്പേറ്റിംഗ്, നമ്മൾ ഗ്രൂപ്പ് വർക്ക് ഒക്കെ കൊടുക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള കുട്ടികളെ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സോഷ്യൽ സർവീസ്, NSS പോലുള്ള സോഷ്യൽ സർവീസ് സ്കീമുകളിലൂടെ അതിലൂടെ കുട്ടികൾക്ക് ഒരു സഹായ മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രൊപ്പഗേറ്റിംഗ് ദ പ്രിവെൻഷൻ ഓഫ് എൻവയറൺമെന്റൽ ഡീഗ്രഡേഷൻ അല്ലെ. അപ്പൊ നമ്മൾ NSS ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, മരം നട്ടുപിടിപ്പിക്കുക, അത് പരിപാലിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ എൻവയറൺമെന്റൽ ഡീഗ്രഡേഷനെ പറ്റിയിട്ടും അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അവബോധം ആ
ചെറുപ്പത്തിലെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ടീച്ച് ദ സ്റ്റുഡൻസ് ഡെമോക്രാറ്റിക് വാല്യൂസ് ലൈക്ക് നോൺ വയലന്റ് കോപ്പറേഷൻ, സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡ്, ട്രീറ്റിംഗ് അതേഴ്സ് വിത്ത് റെസ്പെക്ട്, ആക്സെപ്റ്റിംഗ് ഹ്യൂമൻ ഡൈവേഴ്സിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ദ നെസസിറ്റി ഫോർ ഇൻഡിപെൻഡൻസ്. അതുപോലെ തന്നെ നമ്മുടെ ബേസിക് വാല്യൂസ് അത് എങ്ങനെയൊക്കെയുള്ള ഡെമോക്രാറ്റിക് അല്ലെ, ജനാധിപത്യ വിശ്വാസങ്ങളായിട്ടുള്ള നോൺ വയലൻസ് അല്ലെ, നമ്മുടെ അഹിംസ, സഹായം, അതുപോലെ സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡ്, നമ്മള് നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം, ട്രീറ്റിംഗ് അതേഴ്സ് വിത്ത് റെസ്പെക്ട്, ആക്സെപ്റ്റിംഗ് ഹ്യൂമൻ ഡൈവേഴ്സിറ്റി, അതായത് എല്ലാവരും പലതരത്തിലുള്ള ആളുകൾ ഉണ്ട് സമൂഹത്തിൽ, അവരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. സ്വഭാവം ആയിക്കോട്ടെ അല്ലെ, നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അതായത് നമുക്ക് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ ജീവിക്കേണ്ട ആളുകളാണ്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ നെസസിറ്റി ഫോർ ഇൻഡിപെൻഡൻസ്, അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം ഇതെല്ലാം കുട്ടി സ്കൂളിൽ നിന്ന് മനസ്സിലാക്കി പുറത്തു വന്നത് പ്രവർത്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ ഈ കാര്യങ്ങളെല്ലാം കുട്ടി സ്വായത്തമാക്കുന്നുണ്ടെന്ന് ടീച്ചേഴ്സ് ഉറപ്പുവരുത്തുകയും വേണം. ഇനി ലേണിംഗ് ടു ബി, എന്താണ് ലേണിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ അല്ലെ, നമ്മൾ കുറെ നേരമായി എഡ്യൂക്കേഷൻ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷൻ ഷുഡ് മേക്ക് എവറി ഇൻഡിവിജ്വൽ എ യുണീക് പേഴ്സണാലിറ്റി അല്ലെ, എല്ലാവരെയും ഒരു യുണീക് പേഴ്സൺ ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് അല്ലെ. ഓരോരുത്തർക്കും ഓരോരോ ക്വാളിറ്റീസ് ഉണ്ട്, എബിലിറ്റീസ് ഉണ്ട്. അപ്പൊ അതൊക്കെ അനുസരിച്ച് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ യുണീക്ക് ആവാം, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാവാം. ദേ ഷുഡ് ഡെവലപ്പ് ദ ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്സ് അല്ലെ. എഡ്യൂക്കേഷനിലൂടെ വെറും ജോലി കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ഇറ്റ് ഇസ് ദി ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് മൈൻഡ് ആൻഡ് ബോഡി അല്ലെ. അതായത് ഗുഡ് ഫിസിക് ഈസ് ഓൾസോ വെരി ഇസെൻഷ്യൽ ഫോർ ഗുഡ് മൈൻഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് വിത്ത് അതർ ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനുള്ള എഡ്യൂക്കേഷനും കൊടുക്കണം. അപ്പൊ എന്നാലേ നമ്മൾ നല്ല പൗരന്മാരായിട്ട് മാറും. They should develop their inherent talents and abilities. എഡ്യൂക്കേഷനിലൂടെ നമ്മളിൽ അന്തർലീനമായി കിടക്കുന്ന അല്ലെ ഒരുപാട് ടാലന്റുകളും എബിലിറ്റികളും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എഡ്യൂക്കേഷന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇന്ന് നമ്മൾ പഠിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയൊക്കെയാണ് എഡ്യൂക്കേഷൻ പേഴ്സണൽ നീഡ്സും ഡൈവേഴ്സ് നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അതിന് ആദ്യം പറഞ്ഞു SSA, അതായത് എഡ്യൂക്കേഷൻ ഫോർ ഓൾ, അത് കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് അത് ഉൾപ്പെടുത്തിയത്, 9th അല്ലെ, 9th and 10th പഞ്ചവത്സര പദ്ധതിയിലാണ്, 5-year പ്ലാനിലാണ് അത് വന്നത്. അപ്പൊ അതിൽ ആദ്യം SSA പറ്റി പറഞ്ഞു. SSA പറഞ്ഞു വെച്ചാൽ സർവശിക്ഷ അഭിയാൻ, എല്ലാവർക്കും വിദ്യാഭ്യാസം. പിന്നെ നമ്മള് അതുപോലെ തന്നെ MSA പറ്റിയിട്ട് പറഞ്ഞു. സെക്കൻഡറി സ്കൂൾ, എല്ലാവർക്കുമുള്ള സെക്കൻഡറി സ്കൂൾ എഡ്യൂക്കേഷൻ പോസിബിൾ ആക്കുക. റൂസ, അതായത് ഹയർ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് കൂട്ടുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഹയർ എഡ്യൂക്കേഷനിലും ഈക്വൽ പ്രാതിനിധ്യം കൊടുക്കുക. പിന്നെ നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ അതായത് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യാണ്, treat with or educating with other or normal children. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനും സൊസൈറ്റി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അവരുമായിട്ടുള്ള ഒരു സഹവർത്തിത്വം പോസിബിൾ ആക്കാനും പറ്റും. പിന്നെ ടീച്ചേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ കുട്ടികളിൽ ഒരുപാട് വാല്യൂസ് ഇൻസ്റ്റിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡെമോക്രാറ്റിക് വാല്യൂസ്, അതുപോലെ തന്നെ നോൺ വയലൻസ്, അതുപോലെ കോപ്പറേറ്റീവ് അല്ലെ, പിന്നെ ലൈഫ് സ്കിൽസ് ഒക്കെ അവരെ പഠിപ്പിക്കണം, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് അല്ലെ. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം നിങ്ങൾ ടീച്ചേഴ്സ് എന്നുള്ള നിലയ്ക്ക് ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾക്ക് ഇനിയുള്ള നിങ്ങൾ ടീച്ചേഴ്സ് ആവുമ്പോൾ നിങ്ങൾ കുറെ കാര്യങ്ങൾ എക്സാം എഴുതാനുള്ളതല്ല, നിങ്ങളുടെ സ്വഭാവത്തിലും അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. സ്കൂളിൽ ഇപ്പൊ നമ്മൾ പഠിക്കാനും പരീക്ഷ എഴുതാനൊക്കെ എളുപ്പമാണ്, പക്ഷെ അതിന്റെ പ്രാക്ടീസ് ആണ് കുറച്ച് ഇപ്പൊ ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ്സിലെത്തുമ്പോൾ ഇതുപോലുള്ള കുട്ടികളെ കാണുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മെച്ചുവേർഡ് ആവണം. കാരണം കുട്ടികൾ പല രീതിയിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരെയൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം, എന്നാലേ നമ്മുടെ കുട്ടികളും പഠിക്കും. അപ്പൊ അതുകൊണ്ട് ഇമ്പാർഷ്യൽ ആവാനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.